ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ചവർ എവിടെ, അവർ വീണ്ടും ജീവിക്കുമോ എന്ന പഠന പരമ്പരയുടെ 12ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ജൂലൈ മാസം 14-ാം തീയതി നമുക്കൊന്നിച്ചു കൂടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ച 5 അപൂർവ സംഭവങ്ങളുടെ ബന്ധത്തിലെ വിഷയങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൽ ഇന്ന് നാം തുടർച്ചയായി ചിന്തിക്കുവാൻ പോകുന്നത് മരണാനന്തരം തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവർ എന്നുള്ള അപൂർവ സംഭവത്തെക്കുറിച്ചാണ്. അതിലെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്ന മോശയും ഏലിയാവുമാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ദൈവത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ട ദർശനവും അതിനോടനുബന്ധമായി അവരവിടെ എന്താണ് കണ്ടത്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവിടെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കവിടെ സവിസ്തരമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള പഠനത്തിൽ അവരാരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മോശയും ഏലിയാവ് എന്ന് പറയുമ്പോൾ പിന്നീട് അതിനകത്ത് തർക്കത്തിൻ്റെയോ വ്യാഖ്യാനത്തിൻ്റെയോ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് ആ വ്യക്തികളെ എടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ അവരാണെന്ന് പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് അവരവിടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടതെന്നെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇവിടെ നമുക്ക് മോശയാണെന്നുള്ളതിനെ കുറിച്ചും മോശയുടെ ശരീരത്തെ ദൈവം അവൻ തന്നെ കൽപ്പിച്ചിട്ട് മീഖായേലും സംഘവുമാണ് അവൻ മരിച്ച പർവ്വതത്തിൽ നിന്ന് അവനെ താഴ്വരയിൽ കൊണ്ട് അടക്കിയെന്നും അതിന് മുമ്പായി ശത്രു ഭൂതശക്തികളെ ദുഷ്ടദൂതന്മാരെയെല്ലാം ശാസിച്ചകറ്റിയിട്ട് ഒരു വ്യക്തി പോലും അറിയാതെ രഹസ്യമായിട്ടാണ് അവൻ്റെ ശരീരം മറവ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു ജഡവും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുകയില്ല. ആത്മാവിൻ്റെ നീതീകരണത്തിന് അവർ യോഗ്യരായിരുന്നെങ്കിലും അത് പൂർണ്ണതയായിരുന്നില്ല, ജഡം നീതീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ ശുദ്ധീകരണം, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണമാണ് നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നത്. എന്നാൽ വീണ്ടെടുപ്പ്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ ആത്മാവിൻ്റെയും ജീവൻ്റെയും വീണ്ടെടുപ്പ് നടന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നമ്മുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധരൂപത്തിൽ നടക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അവിടെ പൂർത്തീകരണമായിരുന്നില്ല. ആത്മീയ നീതീകരണം പൂർണ്ണമായി നടക്കാത്തത് കൊണ്ട് ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് മോശ എന്ന വ്യക്തി ദൈവത്തിൻ്റെ അഗ്നിമയമായിരിക്കുന്ന പ്രമാണം കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് പോലും അവന് വിശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ശരീരത്തോട് വാദിക്കാൻ തക്കവണ്ണം സാത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല? ദൈവത്തിൻ്റെ ദാസന്മാർ അടക്കുന്ന സ്ഥലങ്ങളിൽ സാത്താൻ പ്രത്യക്ഷപ്പെടത്തില്ല, ദുഷ്ടദൂതന്മാർ വരത്തില്ല. കാരണം അവർക്ക് അവിടെ സ്വാധീനതയില്ല, അവർക്കൊന്നും തന്നെ അവകാശം പറയാനില്ല. കാരണം നമ്മളെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരായി, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നാം സ്വതന്ത്രന്മാരായി. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളെ അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും വാദിക്കുവാനോ അവരുടെ ശവക്കല്ലറകളെ നോട്ടം വെച്ചുകൊണ്ടിരിക്കാനോ ഒന്നും ശത്രുവിന് കഴിയത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ മരിക്കുമ്പോൾ, അടക്കപ്പെടുമ്പോൾ അതിന്മേൽ ശത്രുവിന് എപ്പോഴും നോട്ടമുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വിശുദ്ധന്മാർ, പുതിയ നിയമത്തിൻ്റെ വിശുദ്ധന്മാർ എവിടെ അടക്കപ്പെട്ടാലും നമ്മുടെ പുനരുത്ഥാനത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവനത് പറ്റാത്തതിൻ്റെ കാരണം ക്രിസ്തു മുഖാന്തരമുള്ള ശുദ്ധീകരണം, സാക്ഷാൽ ശുദ്ധീകരണം ആയതുകൊണ്ടാണ്. അപ്പോൾ മോശ മരിച്ചപ്പോൾ ഒരു ജഡത്തെ ദൈവം അത് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തെന്നും രഹസ്യമായിരുന്നുള്ളതും അവൻ്റെ ആത്മാവ് അപ്പോൾ തന്നെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കരേറിപ്പോയി, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇപ്പം കരേറിപ്പോയി എന്ന് പറയുന്ന അർത്ഥം ഉയരത്തിലേക്ക് പോയി എന്നുള്ള ചിന്ത വരണ്ട. അപ്പോൾ ആത്മാവിനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ദൂതന്മാർ അവനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എവിടെയാണോ അബ്രഹാമും കൂട്ടരും ഇരുന്നത് അവിടേക്കാണ് മോശയുടെ ആത്മാവിനെ കൊണ്ടുപോയത്. അവിടെയായിരുന്നു. അങ്ങനെ 1500 വർഷം മോശയുടെ ആത്മാവ് അബ്രഹാമിന് മടിയാകുന്ന മീതെയുള്ള
പറുദീസയിലായിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 1500 വർഷം മുമ്പാണ് മോശ മരിച്ചു പോയത്. എന്നാൽ 1500 വർഷം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ഈ ഗലീലയിലും യെരുശലേമിലും ഒക്കെ ശുശ്രൂഷ ചെയ്ത്, യെരുശലേമിൽ കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്ത സമയത്ത് മറുരൂപ മലയിൽ അല്ലെങ്കിൽ താബോർ മലയിൽ അവര് ഈ പഴയ നിയമത്തിന്റെ 2 പ്രതിനിധികൾ അവര് പങ്കെടുക്കണം, അത് അവര് ഉണ്ടായിരിക്കണം. കാരണം ദൈവരാജ്യത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഒരു പ്രസിദ്ധം ചെയ്യത്തിലായിരുന്നു അന്ന് മറുമലയിൽ നടന്നത്. ആരൊക്കെയാണ് ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ സ്വർഗരാജ്യത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 5 പ്രതിനിധികൾ അവിടെ എത്തുവാനിടയാക്കുന്നത്. 2 പ്രതിനിധികൾ, ഒന്ന് മോശയും ഏലിയാവുമായിരുന്നു. മറ്റ് 3 പേർ പത്രോസും യാക്കോവും യോഹന്നാനുമായിരുന്നു. അപ്പോൾ ഈ പഴയ നിയമത്തിൽ മരിച്ചു ഒരുപാട് വിശുദ്ധന്മാരുണ്ടായിരുന്നല്ലോ. അവരെ എല്ലാവരെയും അവിടെ കൊണ്ടുവന്നില്ലല്ലോ. അബ്രഹാമിനെ കൊണ്ടുവന്നില്ല, ദാനിയേലിനെ കൊണ്ടുവന്നില്ല, 2 പേരെ കൊണ്ടുവന്നത്. ആരെയൊക്കെയാണ് കൊണ്ടുവന്നത്? ഇസ്രായേലിന്റെ ആദ്യ പ്രവാചകനായിരിക്കുന്ന മോശയെയും അവസാന പ്രവാചകനായിരിക്കുന്ന ഏലിയാവായി നിഴലായി വന്ന യോഹന്നാൻ സ്നാപകനെയുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആദിമ നിയമത്തിന്റെ അഥവാ പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരായിരിക്കുന്ന ആദിമ പ്രവാചകനായിരുന്ന ഇസ്രായേലിന്റെ ആദ്യ പ്രവാചകനായിട്ടെന്ന് പറഞ്ഞാൽ അവരെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്ത പ്രവാചകനായി ഒന്നാമതായി നിന്ന മോശയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ, രണ്ടാമത്തെ വ്യക്തി പഴയ നിയമത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് അവസാന പ്രവാചകൻ, ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും കൂടാതെ പറയാൻ സാധിക്കും, യോഹന്നാൻ സ്നാപകനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ആദ്യ അവസാന പ്രവാചകന്മാര് 2 പേരാണ് അന്നത്തെ പഴയ നിയമത്തിന്റെ പ്രതിനിധികളായിട്ട് മരുഭൂമലയിൽ പ്രത്യക്ഷപ്പെട്ടത്. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പത്രോസും യാക്കോവും യോഹന്നാനും അവിടെ പ്രത്യക്ഷപ്പെടുവാനിടയാത്തുന്നു. ഇത് അതൊരു മർമ്മമാണ്. 5 പേര് എന്തുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളതാണ്. അതേക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 5 അവിടെ ഉണ്ടാകുന്ന കുടിലുകളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 2 വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തി ഒന്ന് മോശയായിരുന്നു, ന്യായപ്രമാണത്തിന്റെ ആദ്യ പ്രവാചകനായിരുന്നു. ന്യായപ്രമാണ സ്വീകരിച്ചിട്ടൊന്ന് മോശയാണ് അതിന്റെ ആദ്യത്തെ പ്രവാചകൻ. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകനല്ല. ഇസ്രായേലിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ അവിടുന്ന് വിടിവിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിന് ആദ്യ പ്രവാചകൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ്രായേലിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് യാക്കോബ് ദൈവത്തിന്റെ പ്രവാചകനാണ്. ഇസ്രായേൽ എന്ന പേരിന് കാരണക്കാരായി തീർന്നത് യാക്കോബാണ്. യാക്കോബിന്റെ മക്കളിലൂടെ ഇസ്രായേൽ അത് സംരക്ഷിക്കപ്പെടുകയും വളർത്തപ്പെടുകയും അങ്ങനെ അവരുടെ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവര് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി അവിടുന്ന് അവരെ വെളിയിൽ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നാൽ ന്യായപ്രമാണത്തിന്റെ ആദ്യ പ്രവാചകൻ, ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ, പുതിയ നിയമ പ്രമാണത്തിന്റെ സാക്ഷികളായിട്ട് 3 പേരെയുമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവര് പത്രോസും യാക്കോവും യോഹന്നാനും. അതിൽ ഒന്നാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാം. അവര് മരിച്ചു പോയിരുന്നു. മോശ മരിച്ചിട്ട് എത്ര വർഷമായിരുന്നു? 1500 വർഷം. ഏകദേശം 1500 വർഷം മുമ്പ് മരിച്ചു പോയിട്ട് അവന്റെ ശരീരം ആ താഴ്വരയിൽ അടക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു ദൗത്യം നിർത്തിയിരിക്കപ്പെടുവാൻ വേണ്ടി. അവിടെ നമുക്ക് മോവാബ് ദേശത്ത് ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അവന്റെ മോശ ശരീരം അടക്കി. എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവകുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല എന്ന് ആവർത്തന പുസ്തകം 34-5 വാക്യം. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 1500 വർഷം കഴിഞ്ഞിട്ടും ദൈവത്തിന് എവിടെയാണ് മോശയുടെ അടക്കപ്പെട്ട ശവക്കുഴി എവിടാണെന്ന് ദൈവത്തിന് അറിയാം. പ്രിയപ്പെട്ടവരെ, 1500 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ ആ ശവക്കുഴി എവിടെയാണെന്ന് മറ്റാരും അറിയാതിരുന്നപ്പോൾ സ്വർഗത്തിന് അവന്റെ സ്ഥലം അത് എപ്പോഴും അവന്റെ മുമ്പിലുണ്ടായിരുന്നു.
കാരണം അവര് ദൗത്യത്തിന് വേണ്ടി ദൈവം അവനെ അടക്കം ചെയ്തിരിക്കുകയായിരുന്നു. ഒരു 15 വർഷമോ 50 വർഷമോ 100 വർഷമോ അല്ല, 1500 വർഷം മുമ്പ് മരിച്ചുപോയ ഈ മോശ അബ്രഹാമിന്റെ മടിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് അവനെ വെളിയിൽ കൊണ്ടുവന്നു. 1500 വർഷം മീതിയുള്ള പാതാളത്തിലായിരുന്ന മോശ കുറച്ച് സമയത്തേക്ക് അവന്റെ ആത്മാവ് അവിടുന്ന് വെളിയിൽ വന്ന് അവന്റെ ശരീരത്തിൽ പ്രവേശിച്ച് തേജസ്സിൽ മേഘത്തിൽ മറയപ്പെട്ടവനായി സ്വർഗദൂതന്മാരുടെ അകമ്പടിയോടുകൂടി എവിടെയാണോ യേശുവും 3 ശിഷ്യന്മാരും പ്രാർത്ഥിപ്പാനായി കയറിപ്പോയത് അവിടെ അവര് തേജസ്സിൽ മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 2 പേരാണ്. ഒന്ന് മോശയായിരുന്നു. അപ്പോൾ മോശ എന്നാണ് മരിച്ചത്? യേശുവിന് 1500 വർഷം മുമ്പാണ്. അതുവരെ അവൻ എവിടെയായിരുന്നു? അവന്റെ ആത്മാവ് മീതെയുള്ള പാതാളത്തിൽ അബ്രഹാമിന്റെ മടിയിലായിരുന്നു. അവന്റെ ശരീരം കിടന്നിരുന്നത് എവിടെയാണ്? മരിച്ചത് മലയിൽ പർവ്വതത്തിൽ വെച്ചാണെങ്കിൽ ശരീരം അവിടെ അടക്കം ചെയ്തില്ല. രഹസ്യമായിട്ട് ബേത്പയോനെതിരെയുള്ള താഴ്വരയിൽ അവനെ അടക്കി. അവിടുന്ന് ആ ശരീരത്തിന്റെ സ്ഥലം ആരും അറിയാതിരുന്നപ്പോൾ ദൈവം അവനെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആജ്ഞ കൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ അഥവാ മീതെയുള്ള പാതാളത്തിൽ നിന്ന് മോശയുടെ ആത്മാവ് അവിടുന്ന് അപ്രത്യക്ഷമായി അവന്റെ ശരീരം അടക്കപ്പെട്ട സ്ഥലത്തേക്ക് വന്ന് ആ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആ ശരീരം പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് കുഴിയിൽ നിന്ന് എടുക്കപ്പെട്ട് സ്വർഗീയ ദൂതന്മാരാൽ അവിടെ തേജസ്സിൽ മേഘത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്തത്. അതാണ് ഒന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വ്യക്തിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ, അത് ഏലിയാവായിരുന്നു. അവിടെ ഏലിയാവ് വന്ന് സ്വർഗത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഏലിയാവ് ആയി നിഴലായി വന്ന ആള് യോഹന്നാൻ സ്നാപകനായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ നിരവധി തെളിവുകളുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചാണ് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ഈ മറുമലയിലെ സംഭവം നടക്കുന്നത് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. എന്നാൽ അതിനു മുമ്പായി ഈ യോഹന്നാൻ സ്നാപകൻ മരിക്കണം എന്നുള്ളത് സ്വർഗത്തിന്റെ നിശ്ചയമായിരുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ദൈവത്തിന് വേണ്ടി അത്ര ശക്തമായി നിന്ന് യേശുവിനെ സ്നാനപ്പെടുത്തിയ ഈ സ്നാപക യോഹന്നാൻ ജയിലിലായിരുന്നപ്പോഴൊക്കെ അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത് കർത്താവ് വന്ന് ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ കർത്താവ് വന്ന് അവനെ റിലീസ് ചെയ്യും. യേശുവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ശക്തമായ രീതിയിൽ യോഹന്നാൻ ശുശ്രൂഷിച്ചത്. ഒരു പേടിയും കൂടാതെ ഭയവും കൂടാതെ യോഹന്നാൻ നീതിമാനായി വിശുദ്ധനായി ആരുടെയും മുഖം നോക്കാതെ ശക്തമായ ദൂത് പറഞ്ഞത് കർത്താവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, യേശു ഉള്ളതുകൊണ്ടാണ്. അവനറിയാൻ എത്ര പ്രതിസന്ധി വന്നാലും യേശു അവനെ വിടിവിക്കും എന്നുള്ളൊരു ഉറപ്പവനുണ്ടായിരുന്നു. നമുക്കങ്ങനെയാണല്ലോ, ചില നമ്മളെ പിന്താങ്ങാനുണ്ടെങ്കിൽ നമ്മൾക്കും ഭയങ്കര ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ശുശ്രൂഷയിൽ ശക്തമായത്. എന്നാൽ ചില സമയങ്ങളിൽ അവന് ഇടർച്ചയുണ്ടായി. ജയിലിൽ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ പ്രതീക്ഷിച്ചതുപോലെ യേശുവിനെ ചെന്നൊന്ന് കാണുക പോലും ചെയ്തില്ല. ആ സമയത്ത് ഇടറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇടർച്ചയൊക്കെ ഉണ്ടാകും. വളരെ പ്രതിസന്ധിയും പ്രശ്നമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും കൂടെ കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ആരും ഒന്ന് തിരിഞ്ഞു പോലും അന്വേഷിച്ച് കാണത്തില്ലായിരിക്കാം. അപ്പൊ നമ്മള് വല്ലാതെ ഇടറിപ്പോയി. ഇത്രയും സ്നേഹമില്ലാത്തവരാണോ ദൈവമക്കൾ? ഇത്രയും ഒന്ന് അന്വേഷിക്കാത്ത, ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്തവരാണോ എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ അലട്ടും. പക്ഷേ ദൈവത്തിന് നിശ്ചയമായിരിക്കാം. ദൈവം ഉദ്ദേശിച്ചതാ നിന്നെ ഒറ്റപ്പെടുത്താനായിട്ട്. എന്ന് പറഞ്ഞാൽ നീ അവിടെ ആയിരിക്കണം, ആ സ്ഥിതിയിലായിരിക്കണം. ആരും നിന്നെ സഹായിക്കരുത്. അവിടെ കടന്നു വന്ന ഒന്നും ഒരു സഹായം ലഭിക്കാൻ ദൈവം സമ്മതിക്കാത്ത ദൈവത്തിന് ഇഷ്ടമാണ്. ഇവിടെ യോഹന്നാൻ ചിന്തിച്ചത് യേശു ഒന്ന് വരികയോ ഒരാളെ കൊണ്ട് അന്വേഷിക്കുകയോ അവിടുന്ന് വെളിയിൽ കൊണ്ടാനുള്ള കാര്യങ്ങളോ ചെയ്തില്ലല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടാണ് അവൻ യേശുവിൽ വിടറിപ്പോയത്. അതുകൊണ്ട് ചോദിച്ചത്, വരാനുള്ളവൻ നീയാണോ? അത് ഞാൻ മറ്റൊരുതിനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചത്. ഇവൻ തന്നെയല്ലേ പ്രഖ്യാപിച്ചത് യേശുവാണ്, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്ക് ദൈവത്തെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെടുത്തിയിട്ട് പോലും ശുശ്രൂഷയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സ്വന്തമായൊരു പ്രശ്നം വന്നപ്പോൾ അവന്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി. അവൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ എല്ലാം. ഒരു പ്രശ്നം വന്ന് ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാനില്ല, ഒരു വ്യക്തി പോലുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഇടറിപ്പോകരുത്. ദൈവത്തെങ്കിലും ഇടറിപ്പോകരുത്. നിന്നെ ഒരു പാസ്റ്റർ വിളിച്ചില്ലെന്ന് കണ്ടുകൊണ്ടോ, നിനക്കാരും ഒരു സഹായം ചെയ്തില്ലെന്ന് കണ്ടുകൊണ്ടോ, ആരും ഒന്ന് വിളിച്ചില്ലെന്ന് കണ്ടുകൊണ്ടോ നീ ഒരിക്കലും ദൈവത്തോട് ഇടറിപ്പോകരുത്. യോഹന്നാൻ അങ്ങ് ഇടറിപ്പോയി. അങ്ങനെ സംശയം വന്നു, യഥാർത്ഥ കൂട്ടായ്മയാണോ? യഥാർത്ഥ സ്നേഹമുണ്ടോ?
ഇവിടെ യഥാർത്ഥമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്ത യോഹന്നാന് വന്നപ്പോൾ യേശുവിൽ ഇടറിപ്പോകാതെ തീർന്നു. എന്നാൽ അത് ദൈവം കരുതിയിരുന്നത് അവൻ്റെ സമയം പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമയത്തെങ്കിലും അതിനോട് അനുബന്ധമായി ആ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയോടുള്ള ശുശ്രൂഷ ആരംഭിച്ച് അതിന് അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ശുശ്രൂഷ തീർന്നു. അതുകൊണ്ടാണ് അവിടെ അവൻ ജയിലിലകപ്പെട്ടപ്പോൾ ഇവൻ മരിക്കണം. യേശു കർത്താവ് മറുമലയിൽ അവൻ തേജസ്സിൽ അവൻ്റെ രൂപം മാറുന്നതിന് മുമ്പായി, അഥവാ ദൈവരാജ്യത്തിൻ്റെ മർമ്മം, ദൈവരാജ്യം താൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശിഷ്യഗണങ്ങളാകുന്ന 3 പേർക്ക് അവരോടൊപ്പം വെളിപ്പെടുത്തേണ്ട സമയത്ത് അതിന് മുമ്പായി യോഹന്നാൻ സ്നാപകൻ മരിച്ചിരിക്കണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ വ്യവസ്ഥയായതുകൊണ്ടാണ് അപ്രകാരം അത് സംഭവിച്ചത്. ഇപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ മരിക്കുന്നതിന് മുമ്പ് യേശു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 53 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഉപമകൾ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ടു തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നവരല്ലയോ? ഇവൻ്റെ സഹോദരികളും എന്നെല്ലാം നമ്മോട് കൂടി ഇല്ലയോ? ഇവന് ഇതൊക്കെ എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവിടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ യേശുവിനെ അവൻ്റെ പിതൃനഗരത്തിൽ വന്നപ്പോൾ, സ്വന്തം സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ആരും അങ്ങനെ കാര്യമായ രീതിയിൽ അവനെ ഉൾക്കൊണ്ടില്ല. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ വില അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയൊരു പ്രസിഡന്റ് ആണെന്നിരിക്കട്ടെ, വലിയൊരു രാജ്യത്തിൻ്റെ ആളാണ്, വീട്ടിൽ അദ്ദേഹം പ്രസിഡന്റായിട്ടാണ് കാണുന്നത്? അല്ല, അദ്ദേഹം ഒരു അപ്പന, ഒരു ഭർത്താവാണ്. എത്ര വലിയ കമാൻഡറും ആകട്ടെ, വീട്ടിലാരാ? അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ പേര് വിളിച്ചവരായിരിക്കും. അവർ കാണുമ്പോൾ അവർ സാറേ എന്നാണ് വിളിക്കുന്നത്. അല്ല, അവർ പണ്ട് വിളിച്ച പേരെ വിളിക്കുകയുള്ളൂ. അപ്പോൾ പ്രവാചകനാകട്ടെ, എത്ര വിലയുള്ള ആളുമാകട്ടെ, അവർക്ക് ആ ഉണ്ടെങ്കിലും പിതൃനഗരത്തിൽ, സ്വന്തം നഗരത്തിൽ അതിന് വില കാണത്തില്ല. വിലയെന്ന് പറഞ്ഞാൽ ആ അടുപ്പവും പഴക്കവും. അതുകൊണ്ടാണ് ഈ വലിയ പദവിയുള്ളവരെപ്പോഴും മറ്റുള്ളവരായിട്ട് ഇടപെടാതിരിക്കാൻ വേണ്ടി അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തുന്നത്. കൂട്ടത്തിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വില നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ ദൈവസഭയ്ക്കകത്ത് അങ്ങനെയല്ല, ഇടപഴകിയാണ് യേശു പ്രവർത്തിച്ചത്. വലിയവനായിരിക്കുന്ന ദൈവം ലോകത്തെ ഇറങ്ങി വന്ന സാധാരണ മനുഷ്യരോട് കൂടെ ഒരുമിച്ച് നടന്നു. അവരെ ഒരുമിച്ച് കൊണ്ടു നടന്നത് അവനോട് സദൃശപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവനോട് നമ്മളെ സിമിലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് താഴ്ന്നിറങ്ങി വന്ന് മനുഷ്യരോടൊപ്പം ഒരുമിച്ച് നടന്നത്. അതല്ലെങ്കിൽ അവൻ്റെ അടുത്താർക്കും അടുത്തുകൂടാൻ കഴിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഓരോ നിയമങ്ങൾക്കും അതിൻ്റെതായ വഴികളും അതിൻ്റെതായ സ്ഥാനങ്ങളും ഒക്കെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത് ചില അധികാര സ്ഥാനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതങ്ങനെ വെക്കണം, അതല്ലെങ്കിൽ കൂടിക്കൊഴിഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് വേർതിരിവ് വയ്ക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ കർത്താവിടെ സ്വന്തം സ്ഥലത്തേക്ക് വന്നപ്പോൾ അവർ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വേർതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവനെ കുറിച്ച് ഇവൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ ലോകത്തിൻ്റെ ചിന്താഗതിയിലോ ചിന്തിച്ചപ്പോൾ ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ നമുക്കറിയാവുന്നവരല്ലേ, അവൻ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവൻ ഇങ്ങനെ ഇത്രവനല്ലേ, ഇതിൻ്റെ ഉറവിടം ഇതല്ലേ, ഉത്ഭവം ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവങ്കൽ ഇടറിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം, വളരെ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിലും, പക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷനാണെങ്കിലും, സ്വന്തം ഭവനത്തിലും സ്വന്തക്കാരുടെ ഇടയിലും അത്ര വലിയ അവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് സാധിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. ഇപ്പം അത്രയും ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. സ്വന്തം പൃഥ്വിനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനം ഇല്ലാത്തവനല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, എനിക്ക് ഇവിടെ നിങ്ങൾ വേണ്ട ബഹുമാനം ഒന്നും തരുന്നില്ലെങ്കിലും അതല്ല വിഷയം, ഞാൻ സാക്ഷാൽ ബഹുമാനമുള്ളവനാ. പക്ഷേ നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എത്ര എന്തെല്ലാം കഴിഞ്ഞ് എൻ്റെ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവൻ ഗലീലയിൽ നസറത്തിൽ ജനിച്ച നസറേനല്ലേ എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ കഴിച്ചതില്ല. കർത്താവിൻ്റെ വീര്യപ്രവർത്തി വെളിപ്പെടണമെങ്കിൽ വിശ്വാസം വേണം. നമുക്ക് മറ്റാരോടും പറയാത്ത, മറ്റാരുടെ മുമ്പിൽ നമ്മൾ തുറന്നൊന്നും പറയണ്ട. നമ്മുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. ഈ പുറമേ പറഞ്ഞിട്ട് ശത്രു കേട്ടിട്ട് അവൻ കുടുക്ക് വെക്കുന്നതിനേക്കാൾ നല്ലത് ചിലരങ്ങ് സാക്ഷ്യത്തിലങ്ങ് പ്രസ്താവിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആ ജീവൻ പോയാൽ പോയി വിട്ടുകളയത്തില്ല, യേശുവാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുന്നതെല്ലാം കേൾക്കും. എന്നിട്ട് ഈ പറഞ്ഞ സാക്ഷ്യം, ഞാൻ സാക്ഷ്യം പറയുന്നില്ല പറഞ്ഞത്, ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തെ കുറച്ച് കഴിയുമ്പോഴത്തേന് പ്രശ്നം കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ ആളുടെ സാക്ഷ്യവും വീര്യവും എല്ലാം നഷ്ടപ്പെടും. പിന്നെ പ്രശ്നങ്ങൾ, ഇത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വാഗൊണ്ട് ഉച്ചരിക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നിൽക്കാന്ന് പറഞ്ഞാൽ നിൽക്കണം, പറഞ്ഞതായിരിക്കണം, അല്ല പറയാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇവിടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ കാര്യമെല്ലാം നമ്മൾ പഠിച്ചാൽ അവരൊക്കെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. അവർ പുറമേ ഒന്നും പറഞ്ഞില്ല. ഈ രക്തസ്രാവക്കാരത്തിയ സ്ത്രീ വീട്ടിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് യേശുവിൻ്റെ അടുക്കോട്ട് പോകാൻ പോവുക, യേശു സൗഖ്യമാക്കുന്നവനാ, അവിടെ ചെല്ലുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുമെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണോ വന്നത്? അല്ല, അങ്ങനെ പറഞ്ഞിട്ടല്ല വന്നത്. പക്ഷെ ഇന്നത്തെ എല്ലാവരുടെയും സാക്ഷ്യമൊക്കെ പുറമേ, അകത്തൊരു വിശ്വാസമില്ല. അകത്ത് വിശ്വാസമില്ല, പുറത്ത് ഭയങ്കര സാക്ഷ്യവും. അകത്ത് വിശ്വാസമില്ല. പക്ഷെ അകത്ത് വിശ്വാസമുണ്ടായാൽ മതി, നീ പുറത്തൊന്നും പറയണ്ട. അവള് ആ വിശ്വാസമായിട്ടല്ലേ വന്നത്. അങ്ങനെ എത്ര പേരുടെ വിശ്വാസം കർത്താവ് പറഞ്ഞു വലുതാന്ന് പറഞ്ഞു. അത് വെളിപ്പെടുത്തേണ്ട സ്ഥലത്ത് വെളിപ്പെടുത്തും. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അത് വെളിപ്പെട്ട് കഴിയുമ്പോഴും വളരെ ബുദ്ധിയോടെ വേണം സാക്ഷ്യത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം പറയാനായിട്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിലിട്ട് പിന്നെയും നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് നമ്മളെ എങ്ങനെയെങ്കിലും ലജ്ജിപ്പിക്കാൻ വേണ്ടി അവൻ പരിശ്രമം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വേണം നാം സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാൻ, നാം സാക്ഷ്യങ്ങളെ പറയുവാൻ. അല്ലെങ്കിൽ നാം പറഞ്ഞ വിഷയത്തെ അതിന് നേരെ വിപരീതമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശത്രു പരിശ്രമിക്കും. ഇവിടെ ഞാനത് പറഞ്ഞു വന്നത്, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ആ വിശ്വാസം അവിടെ അവർക്കില്ലാതെ പോകാൻ കാരണം അവൻ ആരാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അവർക്ക് യേശുവിനെ പരിചിതമായിരുന്നു. അവൻ്റെ പൊതുനഗരത്തിൽ അവൻ്റെ ഭവനത്തെക്കുറിച്ച്, അവൻ്റെ കുടുംബസ്ഥിതിയെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവർക്ക് അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞാത്തത് കൊണ്ട് ദൈവത്തോട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കേൾവി മാത്രം കേട്ട്, ശ്രുതി മാത്രം കേട്ട അനേകര് കർത്താവിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കൊന്നും ആയിട്ടില്ല എന്നുള്ള വലിയ താഴ്മയോടുകൂടി നാം ഇറങ്ങിത്തിരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമ്മളിവിടുന്ന് യാത്ര പിരിയുന്നവരെ നമുക്ക് പ്രശംസ മുഴുവൻ ക്രിസ്തുവിലാകണം. ഇതാണ് കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കാകേണ്ട പോലെ ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. അത് പരിജ്ഞാനമാണ്. അതാണ് പരിജ്ഞാനം. നാം എപ്പോഴും ദൈവത്തിന് സമ്മതിക്കണം, ഒന്നും ആയിട്ടില്ല, എനിക്കെന്നാൽ ആകാൻ ആഗ്രഹമുണ്ട് കർത്താവേ എന്നുള്ള വിശ്വാസം വേണം. നാം തികഞ്ഞവരായോ എന്നുള്ള ചിന്ത ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാം ഒരു വിരക്തി പോലെ തോന്നുന്നു, എനിക്കെല്ലാം അറിയാമെന്ന ചിന്താഗതിയല്ല വേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നാൽ ഇവിടെ ഈ ഗലീലയിൽ ഉണ്ടായിരുന്ന അവൻ്റെ പൊതുനഗരത്തിലുള്ള നസറേത്തുകാർക്ക് അല്ലെങ്കിൽ ഗലീലയുള്ളവർക്കെല്ലാം യേശു ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവനെക്കുറിച്ച് എന്തെല്ലാം അത്ഭുതം ചെയ്തിട്ടും അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. എന്നാൽ നമുക്കങ്ങനെയല്ല. നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല, അവനെ അന്ന് കേട്ടിട്ടില്ല, എന്നാൽ നാം വിശ്വസിക്കുന്നു, എൻ്റെ രക്ഷകൻ എൻ്റെ ദൈവമാണ്, അവൻ ഈ ലോകത്തിൽ വന്നവനാണ്, അവനെ ഞാൻ വിശ്വസിക്കുന്നുള്ള വിശ്വാസമാണ് നമ്മുടെ നിലനിർത്തുന്നത്. കൊണ്ട് ആ വിശ്വാസത്തോടെ നിൽക്കാൻ ദൈവം സഹായിക്കണം. അപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് യേശു അവിടെ വന്നെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്ന ആ കാലത്ത് അഥവാ യേശു എവിടെ എത്തി? യേശു അവിടെ എത്തിയത് ഇവർ അവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും വന്നെങ്കിൽ കർത്താവിൻ്റെ പ്രത്യേക ദൗത്യത്തിന് അവിടെ വന്നത്.
അപ്പോൾ ആ കാലത്ത് യേശു പിതൃനഗരമായിരിക്കുന്ന നസ്രയത്തിലെത്തി. നസ്രയത്താണ് യേശുവിൻ്റെ പിതൃഭവന സ്ഥലം. അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. നിങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ നഗരം നസ്രയത്താണ്. നസ്രയത്തിലാണ് യേശു വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശു ഗലീലയിലുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു നഗരമായി അറിയപ്പെടുന്ന പട്ടണമാണ് നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിലാണ് യേശു ജനിച്ചത്. അപ്പോൾ യേശു വളർന്നത്, യേശു ജനിച്ചത് ബത്ലഹേമിലാണ്. രാജാവായിട്ട് അവൻ ജനിച്ചു. വളർന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി തഴയപ്പെട്ട ജാതികളുടെ ഗലീലയാണ് യേശു വളർന്നത്. ജനിച്ചത് രാജാവായിട്ടാണ് ജനിച്ചത്, പക്ഷെ വളർന്നത് ഒരു ഏറ്റവും അറിയപ്പെടാത്ത ഒരു സ്ഥലത്താണ് യേശു വളർന്നത്. എന്നാൽ ആ സ്ഥലം നസ്രയനാക്കി മാറ്റി. ജനിച്ചത് ജന്മം കൊണ്ട് യേശു രാജകുടുംബത്തിൽ ജനിച്ചു. വളർച്ചയിൽ യേശു ജാതികളുടെ പട്ടണമായിരിക്കുന്ന ഒരു നന്മയും പ്രതീക്ഷിക്കാത്ത നസ്രയത്തിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ലാത്ത സ്ഥലത്താണ് യേശു വളർന്നത്. അവൻ വരണ്ട നിലത്ത് മുളച്ചു വന്ന ഇളയ തൈ പോലെയാ. ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന നസ്രയത്തിൽ നിന്ന് നസ്രയനായിരിക്കുന്ന പ്രവാചകൻ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ആ നസ്രയത്തിൽ നിന്ന് അവൻ വളർന്നു വന്നപ്പോൾ പലർക്കും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ ആണ് എത്തിച്ചേർന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞപ്പോൾ ഗലീലയിൽ യേശു ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് നമുക്കവിടെ. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ സ്തുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തവും അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് തൻ്റെ കൃത്യന്മാരോട് പറഞ്ഞു. ഈ കാലത്തിൽ യേശു ഇവിടെ വന്ന സമയത്ത് നടന്ന സംഭവമാണ് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടുന്ന സംഭവം. ആ സംഭവിക്കുന്ന കാലത്ത് യേശു എവിടെ ഉണ്ടായിരുന്നു? ഗലീലയിലുണ്ടായിരുന്നു. അപ്പോൾ യേശു ഗലീലയിലുണ്ടായിരുന്നു എന്നത് അവിടെ വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് യേശു ഗലീലയിൽ വന്നതിൻ്റെ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഇത്ര പശ്ചാത്തലം എടുത്തു വരുന്നത്? കാരണം മോശയുടെ ശരീരത്തെ ബാധിച്ചതുപോലെ നമ്മളൊരു ഭാഗം പഠിപ്പിക്കും, അടുത്ത ചോദ്യം വരുന്നത് എനിക്കറിയാം. മോശയുടെ ശരീരത്തെ ദൈവം ഒളിപ്പിച്ചു, അതാരും അറിയാതെ രഹസ്യമായിട്ട് വെച്ചു, കാരണം ഇവിടെ പ്രത്യക്ഷപ്പെടാനായിരുന്നു. എന്നാൽ ഏലിയാവിനെ എടുത്തു. ഏലിയാവിനെ കൊണ്ടുവരാണെങ്കിൽ അത് നിസ്സാര കാര്യമുള്ള ഏലിയാവിനെ കൊണ്ടുവരാം. പക്ഷേ ഈ യോഹന്നാൻ സ്നാപകൻ ആണ് ഏലിയാവ് എന്നുള്ളത് വ്യക്തമായതുകൊണ്ട്, അപ്പോൾ യോഹന്നാൻ സ്നാപകൻ മരിക്കുന്ന സമയത്ത് യേശു ഗലീലയിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യേശു ഇവിടേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്നു, ആ കാലത്ത് അവിടെ യേശു ഉണ്ടായിരുന്നു. അഥവാ യോഹന്നാൻ സ്നാപകൻ മരിക്കാൻ അവൻ്റെ തല വെട്ടുന്ന സമയത്ത് യേശു ഗലീലയിൽ ഉണ്ടായിരുന്നതിന് ഉദ്ദേശമുണ്ട്. അതാണ് തുടർന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ മരിച്ചവരുടെ നിന്ന് ഇടയിൽ നിന്ന് അതുകൊണ്ട് ഈ ഹെരോദാവിന് ഭയങ്കര പേടിയാണ്. കാരണം അരുതാത്തൊരു ഒരു കാര്യം ചെയ്തു പോയി. ചെയ്തെന്താ? അവൻ ചെയ്ത പാപമല്ല. പാപം അത് പ്രത്യേകിച്ച് ധനമുള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥാനം രാജാക്കന്മാർക്കിടയിൽ നടക്കുന്ന സംഭവമൊക്കെ ഒരു സാധാരണ സംഭവമാണ്. പക്ഷെ ഇവിടെ നിന്ന് വന്നത് അതൊരു യോഹന്നാൻ കുറ്റപ്പെടുത്തിയ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വന്തം സഹോദരന്റെ ഭാര്യയുള്ള ബന്ധത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണ് അവിടെ ഇത്. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ബന്ധത്തിൽ അതൊരു പാവമായിട്ടൊന്നുള്ള വിഷയമല്ല. പക്ഷേ ഈ നീതിമാനായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഒരു പ്രത്യേകമായി ബന്ധമായതുകൊണ്ടാണ്. അത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞു. അതല്ലെങ്കിൽ അന്നത്തെ ഇടപ്രഭുവായിരിക്കുന്ന ഹെരോദാവിന് മറ്റു ഭാര്യമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരു നടക്കാൻ കഴിയാത്ത കാര്യം വന്നപ്പോഴത്തേന് അത് വെള്ളം ചൂണ്ടി പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഈ ഇദ്ദേഹത്തിന്റെ മതിപ്പ് ഹെരോദാവിന് ഭയവും അവനെ പേടിയുമായിരുന്നു. വാസ്തവത്തിൽ അവനെ ഭയപ്പെട്ടിരുന്നു. അവന്റെ വചനം കേട്ട് കലക്കമുണ്ടായെങ്കിലും അവൻ വളരെ സന്തോഷത്തോടെ യോഹന്നാനെ വിളിച്ച് മെസ്സേജ് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്താണ് ഇങ്ങനത്തെ മെസ്സേജും പറഞ്ഞത്. അപ്പൊ ഇവിടെ വളരെ സന്തോഷത്തോടെ വിളിച്ച് യോഹന്നാന്റെ മെസ്സേജ് കേൾക്കാൻ വേണ്ടി ഹെരോദാവ് ആളയച്ച് വിളിച്ച് കൊണ്ടു നിർത്തിയതാ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു. അത് വിളിച്ചു പറഞ്ഞത് നീ തെറ്റാന്ന് പറഞ്ഞു. കലക്കമുണ്ടായിരുന്നു, വലിയ മനസ്സിന് വിഷമമുണ്ടായി. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഹെരോദാവിന് ഭയവും അവനോട് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സ്ത്രീ ആയിരിക്കുന്ന ഹെരോദിയായിക്ക് പകയാണ് ഉണ്ടായത്. ഇവനാരടാ എന്നെ ചോദ്യം ചെയ്യുക എന്നുള്ള ചിന്തയാണ് ഉണ്ടായത്. പാപം ചെയ്യുന്നത് പോകട്ടെ, ആ പാപത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാമെന്നല്ല വിചാരിച്ചത്. അത് പറഞ്ഞവനെ കൊല്ലണമെന്നുള്ള പകയായിരുന്നു ഹെരോദിയയ്ക്ക് ഉണ്ടായിരുന്നത്.
അതാണ് തുറന്നു നോക്കാൻ സാധിക്കുന്നത്. അവൾ തരം നോക്കിയിരിക്കുകയായിരുന്നു. ഒരു സമയമുണ്ടാകണം, ഈ പറയുന്ന കാര്യം പറഞ്ഞവനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി തരമന്വേഷിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടം. ആ സമയത്ത്, ആ കാലത്താണ് ഈ യോഹന്നാനെ യോഹന്നാൻ വന്ന് പ്രസംഗിച്ചിട്ട് അവന് വചനമൊക്കെ പറഞ്ഞു പോയി. ഹെരോദാവ് കലങ്ങി. എന്തെങ്കിലും വചനം കേട്ട് സന്തോഷമൊക്കെ ഉണ്ടായി. അവന് അതേക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ വസ്തുത ഹെരോദയ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു, ഇപ്പോൾ നേരിട്ട് പറഞ്ഞാൽ ഹെരോദാവ് ഇവനെ പിടിച്ചിടുകയോ അല്ലെങ്കിൽ ജയിലിൽ കിടന്നാലും ഇവനെ തലച്ചേർന്ന് ചെയ്ത് ഇവനെ കൊന്നുകളയത്തില്ല, ഇവൻ നാളെ സംസാരിക്കും. പക്ഷേ ഇവന്റെ നാവടയ്ക്കണം, ഇവൻ ഇനി പ്രസംഗിക്കാൻ പാടില്ല, എനിക്കെതിരെ വിരൽ ചൂണ്ടാൻ പാടില്ല. അതുകൊണ്ട് ആ സംസാരിച്ച നാവുണ്ടായിരുന്ന അവന്റെ തല ഛേദിക്കണമെന്നുള്ള ഒരു ചിന്താഗതി പകവിച്ചുകൊണ്ടിരുന്ന ഹെരോദ്യയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സത്യം പറയുന്നവന്റെ തല ഛേദിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ ദുഷ്ടപ്രവൃത്തികൾ, ശക്തികളൊക്കെ പ്രബലമായി നിൽക്കും. അതിനുള്ള സമയം നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ ദൈവം ചില സമയങ്ങളിൽ അനുവദിച്ചു കൊടുക്കും. ഇവിടെ ദൈവം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് തുടർ സംഭവം ഉണ്ടായത്. നബിഭക്തന്മാരോട് പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയാ, ഞാൻ അങ്ങനെ കൊന്നുകളഞ്ഞില്ലേ, അതെ ഞാൻ കൊല്ലേണ്ടതായിരുന്നില്ല, പക്ഷേ എന്നെ കൊണ്ട് കൊല്ലിച്ചതാ. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ആ ശക്തിയൊക്കെ ഇവനിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞ് ഇവൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സന്ദർഭം. അതിന്റെ സന്ദർഭത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചത്? യേശു ഗലീലയിലുള്ള സമയത്ത് യേശു ഉണ്ടെന്നും യേശുവിനെ കുറിച്ച് സ്തുതിയെ കേട്ടപ്പോഴത്തേനെ ഇവൻ പറയുകയാണ്, ഞാൻ കൊന്നുകളഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ അവനാണ്, അവൻ ഉയർത്തെഴുന്നേറ്റാണ്. ഇപ്പൊ ഇവിടെ വലിയ അത്ഭുതം വെച്ച് ഇവൻ ഭയപ്പെട്ടു പോയി, വല്ലാതെ പേടിച്ചു പോയി. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഹെരോദ് തൻ്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് തന്നെ. ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സ് കലങ്ങിപ്പോയത്. ബാക്കിയുള്ളത് കേൾക്കാനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദൂതൊക്കെ നല്ലതാണ്, ഇഷ്ടമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ കലങ്ങിപ്പോയി. ഈ കലക്കം അത് പങ്കുവെച്ചു. ഹെരോദാവ് ഹെരോദിയോട് പറഞ്ഞു, ഇങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത് അവളോട് പറഞ്ഞപ്പോൾ അവൾ അപ്പോഴേ വിചാരിച്ചു, ഇനി ഇവനധികം സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവന് തരം കിട്ടുമോ കൊന്നുകളയും എന്നുള്ള ഒരു ചിന്തയാണ് ഭാഗ്യോടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ തടവിലാക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പോൾ വിഹിതമല്ല എന്ന് പറഞ്ഞു അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇതിന്റെ യഥാർത്ഥത്തിൽ ഉള്ള ഭാഗം മറുഭാഗത്ത് മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലൂടെ നടക്കുന്നത്. അപ്പം ഈ ഹെരോദാവിനെ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം, വിശുദ്ധനാകാൻ കൊല്ലാൻ ഇവന് ഇഷ്ടമല്ല. കാരണം അവൻ ഈ പറയുന്ന കാര്യം ഒരിക്കലും അവന് ഇഷ്ടമല്ല. പക്ഷെ അവന് മനസ്സ് കലങ്ങിപ്പോയി, കൊല്ലാൻ വിചാരിച്ച് നടക്കുന്നത്. പക്ഷെ ഹെരോദാവിന് അതിനുള്ള അതുകൊണ്ട് ഇവനെ പ്രവാചകനാണെന്ന് അവര് വിശ്വസിക്കുന്നുകൊണ്ട് ജനത്തെ ഭയപ്പെടണം. പിന്നെ നീതിയെ പ്രസംഗിച്ചത് ഉള്ള കാര്യം പറഞ്ഞതാ, അവിടെ ഇവന് ഭയമായിരുന്നു എന്നുള്ളതും നമുക്ക് ഇതിന്റെ മറ്റൊരു മർക്കോസിലെ സുവിശേഷം വായിച്ചാൽ മതി. അതിൻ്റെ അകത്ത് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെരോദാവിനേക്കാൾ കൂടുതൽ പക ഉണ്ടായിരുന്നത് ഹെരോദിക്കായിരുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ വായിക്കുന്നു. ഞാൻ പറഞ്ഞ ഭാഗം തെറ്റാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹെരോദാവിനെ കുറിച്ചല്ലേ പറഞ്ഞത്, ഹെരോദിയയ്ക്ക് അതിനുള്ള അതുണ്ടോ എന്നുള്ളത് നോക്കണമെങ്കിൽ 6-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. വേറെ ചില പ്രവാചകൻ അതിൻ്റെ 6-ാമത്തെ വായിക്കും. പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദാവ് പരിഹരിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. ഇപ്പം 17-ാം അധ്യായം, ഹെരോദാവിന്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ് കലങ്ങിപ്പോയ യഥാർത്ഥത്തിൽ ഹെരോദാവിന് കലക്കമുണ്ടായി, അവന് വിഷമിച്ച് പേടിച്ചു. പക്ഷേ ഹെരോദ്യ പറഞ്ഞു, ഇവനെ പിടിച്ച് തടവിലാക്കണം, ഇനി ഇവൻ നടക്കാൻ പാടില്ല. അപ്പൊ അവളുടെ നിമിത്തമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ മത്തായി സുവിശേഷം വായിച്ചിട്ട് പറയും പറഞ്ഞ് തെറ്റിപ്പോയില്ല, അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ളത്. മറുഭാഗങ്ങൾ വായിച്ചിട്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഭാഗം മാത്രം വായിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ അല്ലല്ലോ, ഹെരോദാവല്ലേ പിടിച്ച് അകത്താക്കിയത്? അല്ല, ഹെരോദാവ് അല്ലായിരുന്നു ഇതിനകത്ത് പുറകിൽ പ്രവർത്തിച്ചത്, ഹെരോദിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ നിമിത്തമാണ് മനസ്സ് കലങ്ങിപ്പോയത്. അപ്പോൾ ഇവള് പറഞ്ഞു, ഇനി
ഈ ഇവനെ ഒരിക്കലും വെളിയിൽ നടക്കാൻ സമ്മതിക്കരുതിനെ പിടിച്ച് അകത്താകളോ പറഞ്ഞു. സ്വർഗത്തിന്റെ തീരുമാനമായിരുന്നു യോഹന്നാന്റെ ശുശ്രൂഷ തീരുക, അവൻ ചിരച്ഛേദം ചെയ്ത് മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹിതവുമായിരുന്നു. അപ്പോൾ അവനെ അവൻ ഏലിയാവ് എന്ന് പറഞ്ഞു. മറ്റേത് പ്രവാചകൻ ഹെരോദ്യാവ് കേട്ടാൽ താൻ തല വെട്ടിച്ച അതിന്റെ 18 വാക്യം യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. യോഹന്നാൻ ഹെരോദിയെ അവന്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു. ഹെരോദിയോ അവന്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. ഉണ്ടോ? 19 വാക്യം. ഹെരോദാവല്ല, ഹെരോദിയാണ് ചിന്തിച്ചത്. അവൾ നിമിത്തമാണ് ആളെ യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയത്, ഹെരോദാവല്ല. അപ്പോൾ ഹെരോദാവ് അല്ല ഇതിന് പിൻപിൽ പ്രവർത്തിച്ച ഹെരോദിയാണ്. ഇതുകൊണ്ടാണ് ഇസബേലി ശക്തി വ്യാപരിച്ചത്. പണ്ടൊരു സംഭവം നടന്ന ഓർമ്മയുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഇതിലെ വലിയ ശുശ്രൂഷയായിട്ട് ഓടിപ്പോയില്ലേ? ഓടിപ്പോയതിന്റെ കാര്യം ഇതൊക്കെയാ. അവനറിയാമായിരുന്നു അവൻ നിഴലായിട്ട് വന്നെങ്കിലും തല വെട്ടുമെന്ന് അറിയാമായിരുന്നു. അന്ന് പറഞ്ഞില്ലേ, ഇനി ഞാൻ കൂടെ വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. കാരണം ഇതെല്ലാം കോയിൻസൈഡാണ്, ഒന്നിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഏലിയ ഓടിപ്പോയി ചോദിച്ചെഴുതിയിട്ടിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നിഴലായിട്ട് വന്നപ്പോൾ നടക്കേണ്ട കാര്യമല്ലായിരുന്നു. പൊരുളായിട്ട് യോഹന്നാൻ വരുമ്പോഴാണ് സംഭവിക്കേണ്ടത്. വലിയ ശുശ്രൂഷയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടുന്ന് പേടിച്ചോടാൻ കാരണം ഇസബേലി ശക്തിയായിരുന്നു. ഹെരോദിയിൽ വ്യാപരിച്ചത് അന്ന് വ്യാപരിച്ചിരുന്ന ഇസബേലി ശക്തിയാണ് ഇവൾ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി നോക്കിയിരുന്നതാണ്. പക്ഷേ ഏലിയാവിനെ കിട്ടിയില്ല. കാരണം ഏലിയാവ് ദൈവനെ സ്വർഗത്തിലേക്ക് എടുത്തു, അവനെ കൊണ്ടുപോയി. പക്ഷെ അവന് പേടിയുണ്ടായിരുന്നു, ഇത് സംഭവിക്കുന്ന അറിയാമായിരുന്നു. അതൊരു ആ പശ്ചാത്തലമാണത്. എന്നാൽ 19 കാണുന്നത് ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെ യഹോവ ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാരനോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാട്ടെ എന്ന് പറഞ്ഞു. ഭയപ്പെട്ട് യവശയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അപ്പോൾ ഇവനെ ഇതുകൊണ്ട് അവനെ കൊല്ലും എന്നുള്ള അത് അവൾ തീരുമാനിച്ചു, ഇസബേൽ തീരുമാനിച്ചു. ഇസബേലിന്റെ കാലമൊക്കെ കഴിഞ്ഞെങ്കിലും ഈ ഇസബേൽ വ്യാപരിച്ച അതേ ശക്തി ഭൂമിയിലുണ്ടായിരുന്നു. ആ ശക്തിയാണ് അന്ന് ഹെരോദ്യ എന്ന അവളിൽ വ്യാപരിച്ചിരുന്നത്. അന്ന് പ്രവാചകനായിരുന്ന ഏലിയാവിന്റെ തല വെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏലിയാവിന്റെ ശബ്ദമില്ലാതാക്കാൻ വേണ്ടി, അവനെ കൊന്നുകളയാൻ വേണ്ടി ആഗ്രഹിച്ച്, അവനെ വാളുകൊണ്ടല്ലേ കൊന്നുകളയും, അതുപോലെ തന്നെ വാളുകൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി അവരിൽ ഒരുത്തനെ പോലെ ആക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പൊരുളായി വന്ന ഈ യോഹന്നാൻ സ്നാപകനോടുള്ള ബന്ധത്തിൽ അവനെ കൊല്ലാൻ വേണ്ടി ഇവള് പകവയ്ക്കാൻ കാരണം ഈ ചെറിയൊരൊറ്റ കാരണം കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ പാപമോ അത്ര വലിയ കാര്യമോ ഒന്നല്ല. എന്ന് പറഞ്ഞാൽ പാവമല്ലെന്നല്ല, ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രമാത്രം പകവയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ഹെരോദിയിൽ വ്യാപരിച്ച ഇസബേലിയ ശക്തിയായിരുന്നു. അപ്പോൾ അതും മുഖാന്തരമായിട്ട് ഇവനെ കൊന്നുകളയാൻ വേണ്ടിയുള്ള ഹെരോദാവിനെ അല്ലായിരുന്നു ഇതിനു മുമ്പിൽ നിന്നത്, ഹെരോദിയായിരുന്നു. അപ്പോൾ യഹരോദിയോ അവന്റെ നേരെ പകവച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. പുള്ളിക്ക് ആഗ്രഹമായിരുന്നു വചനം കേൾക്കാനായിട്ട്. പക്ഷേ സത്യം പറയുമ്പോൾ മനസ്സ് കലങ്ങിപ്പോകും. ഉള്ളത് യോഹന്നാൻ അതുപോലെ അവന്റെ മുഖത്ത് നോക്കി പറയും. ഈ ഉള്ളത് അങ്ങോട്ട് പറയുമ്പോഴത്തെ മനസ്സ് കലങ്ങും. പക്ഷേ അതിനുശേഷമുള്ള വിടുതലിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ടാകും. മനുഷ്യന്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവൻ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴും ഹെരോദാവിനോട് പറയുമായിരുന്നു,
മാനസാന്തരപ്പെടുവാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അവൻ സന്തോഷമുണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും മാനസാന്തരത്തിനിടയില്ലാത്തവളായിരുന്നു ഹെരോദ്യ. അവള് അവളുടെ ഹൃദയത്തിൽ കലക്കമല്ല, പകയാണ് ഉണ്ടായത്. അവളുടെ ജീവിതത്തിൽ വൈരാഗ്യമാണ് ഉണ്ടായത്. ഏത് വിധേന കൊല്ലണമെന്നുള്ളത്. അവൻ്റെ വചനം കേട്ട് സന്തോഷം കേട്ട് പോകുന്നു. എന്നാൽ ഹെരോദാവ് തൻ്റെ ജന്മോത്സവത്തിൽ അവൻ്റെ അറിയാമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പക മുഴുവൻ വെച്ചുകൊണ്ടിരുന്നത് ഹെരോദിയായിരുന്നു. അവൾ വ്യാപരിച്ചത് ഏലിയാവിനെ തലവെട്ടാൻ വേണ്ടി നടന്ന ഇസബേലിയ ശക്തിയായിരുന്നു. ഇസബേൽ വ്യാപരിച്ചിരുന്ന ആ ശക്തിയാണ് ഇവിടെ ഈ സമയത്ത് ഹെരോദിയിൽ വ്യാപരിച്ചത്. അപ്പം അന്ന് കൊണ്ടു നടന്ന ആ ശക്തികൾ, പ്രവാചകനെതിരെ നിന്ന ശക്തികൾ, അവൾ പറഞ്ഞ കാര്യം ഇവിടെ ചെയ്തു എന്ന് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, അത് നടക്കേണ്ട സംഭവമായിരുന്നു. പക്ഷേ ഏലിയാവ് മരിക്കാൻ, ദൂതൻ മരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ആ കാലഘട്ടത്തിൽ മരിക്കേണ്ടവനല്ലായിരുന്നു ഏലിയാവ്. എന്നാൽ ദൈവത്തിൻ്റെ അത്യുന്നതിൻ്റെ പ്രവാചകനായി വരുന്ന, ന്യായപ്രമാണത്തിൻ്റെ അവസാന പ്രവാചകനായി അവിടെ മനുഷ്യനായി ജനിക്കേണ്ട ഈ യോഹന്നാൻ സ്നാപകൻ അങ്ങനെ മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അന്നത്തെ ഇടപ്രഭുവായിരുന്ന, നാടുവാഴിയായിരുന്ന ഹെരോദാവിൻ്റെ ഭാര്യ ഹെരോദ്യയുടെ പക അവിടെ അതിൻ്റെ പൂർത്തീകരണത്തിലെ വരാൻ ദൈവം അനുവദിച്ചു കൊടുത്തു. എന്നാൽ ഏലിയാവിനെ ദൈവം അതിനനുവദിച്ചു കൊടുക്കാതെ അവനെ സ്വർഗത്തിലേക്ക് അഗ്നിയശ്വങ്ങളും അഗ്നിരഥവും കൊണ്ട് ദൈവം കൊണ്ടുപോയി. എന്നാൽ അവൻ പൊരുളായി വന്നപ്പോൾ, അവൻ മനുഷ്യനായി വന്ന് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അവളിൽ വ്യാപരിച്ച് ഇസബേല്, നമുക്കറിയാം, കെട്ടിടത്തിന് മുകളിൽ താഴെ വീണ് അവള് തല തകർന്ന് അവിടെ ശരീരം മുഴുവൻ ചെതറിപ്പോയാണ് അവൾ മരിച്ചു പോയത്. പക്ഷെ അവളിൽ നിന്ന് റിലീസായ ഭൂതശക്തികളുണ്ടായിരുന്നു. ആ ശക്തികളാണ് ഇവളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. അത്യുന്നതിൻ്റെ പ്രവാചകനായിരിക്കുന്ന ആ യോഹന്നാൻ സ്നാപകനെ കൊന്നുകളയാൻ വേണ്ടി അവളിൽ വ്യാപരിച്ച ആ ശക്തി ഒരു തരം കിട്ടിയപ്പോൾ അവളത് ഉപയോഗിക്കാൻ ഇടയാത്തുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, തരം നോക്കിയിരിക്കുന്ന ശക്തികളുണ്ട്. നമ്മെ തകർത്ത് കളയാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തരം അന്വേഷിച്ച് നോക്കിയിരിക്കാൻ നമുക്കറിയത്തില്ല. പണ്ട് പറഞ്ഞൊരു വാക്കായിരിക്കാം, പണ്ട് പറഞ്ഞൊരു കാര്യമായിരിക്കാം. ചിലർ വൈരാഗ്യം പിടിച്ചുകൊണ്ട് കാത്തിരിക്കും, പകവെച്ചുകൊണ്ടിരിക്കും. ഒരവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കും. ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ പകവെച്ചുകൊണ്ടിരിക്കുന്നവരല്ല. അവസരം കിട്ടുമ്പോൾ ആരെയും നശിപ്പിക്കുന്നവരല്ല ദൈവത്തിന് ദാസന്മാർ, ദൈവമക്കൾ. അവസരം നോക്കിയിരിക്കുന്നത്, ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ കൊന്നുകളയാം, ഇല്ലാതാക്കി കളയാം, പകരം ചോദിക്കാമെന്നുള്ള കാര്യം ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്കില്ല. നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാമോ എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മറുഭാഗത്ത് അവസരം കിട്ടിയാൽ ഇല്ലാതാക്കണമെന്നുള്ളതാണ് വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ലക്ഷണം. ഇന്ന് രാത്രി നമുക്ക് വൈരാഗ്യവും പകയുമില്ല. അതുകൊണ്ടാണ് നാം സ്നേഹത്തെ പ്രസ്താവിക്കുന്നത്. നമ്മെ ഉപദ്രവിച്ചവരായിരിക്കാം, നമ്മെ കുറ്റം പറഞ്ഞവരായിരിക്കാം, അതെന്തുമാകട്ടെ, അതുകൊണ്ടാണ് നാം അവരെ അനുഗ്രഹിക്കാൻ കർത്താവ് പറഞ്ഞത്. അവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞത് കാരണം നമ്മുടെ ഉള്ളിൽ പകയില്ല. ഹാവേലിനോട് കയ്യിന് പകയുണ്ടായി, അവസരം കിട്ടുവാൻ വേണ്ടി കാത്തിരുന്നു. എവിടെ പകയുണ്ടെങ്കിലും അവസരം കാത്തിരിക്കുന്ന പൈശാചിക പകയൻ. അതുകൊണ്ടാണ് ദുഷ്ടന്റെയും പകയന്റെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ നേരിട്ടിടപെടും പൈശന്. എന്നാൽ പകവെച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്, വ്യക്തികളുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഇപ്പം എന്താണ് പകയെന്നുള്ളത് മനസ്സിലായല്ലോ. അത് പിടിച്ചുകൊണ്ടിരിക്കുന്നതാ, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പണ്ട് ഏതെങ്കിലും പറഞ്ഞൊരു വാക്കിൻ്റെ അത് പിടിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ നമ്മൾ ആൾക്കാരെ മാറ്റിവിടും, അവരോട് സഹകരിക്കത്തില്ല, മാറിപ്പോകും. പക്ഷേ അവരോട് പകയൊന്നും നമുക്കില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അവരോട് കൂടെ തോളക്കൈയിട്ട് ഉണക്കുന്നല്ല. മാറ്റേണ്ടവരെ മാറ്റണം, മാറേണ്ടവരെ മാറണം. പക്ഷെ നമുക്ക് അവരോടൊരു പകയില്ല. അവരോട് നമുക്ക് സ്നേഹമാണുള്ളത്. അവസരം കിട്ടുമ്പോൾ കൊല്ലാനോ അവർ നശിക്കുന്ന കണ്ട് സന്തോഷിക്കുവാനോ അല്ല നമ്മൾ ആഗ്രഹം. പക്ഷെ ദൈവഹിതം പോലെ നടക്കട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആരും പകയും പിണക്കവും ഒന്നും വെച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, പക, പിണക്കം, ജാരശങ്ക ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവർത്തികളാണ്, ആത്മാവിൻ്റെ പ്രവർത്തിപ്പെടുന്നതല്ല.
അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഓരോ മെസ്സേജ് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട്, ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വിഷയം മാറിപ്പോകുന്നതുകൊണ്ട്, എങ്കിലും ഇതൊക്കെ ദൂതുകളായതുകൊണ്ട് നമുക്കത് ആവശ്യമാണ്. അതുകൊണ്ട് പകയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പക വെച്ചുകൊണ്ടിരുന്നാൽ സാത്താൻ നമ്മ ഇടം കൊടുക്കുക. അതുകൊണ്ട് പറഞ്ഞാൽ പിശാച് ഇടം കൊടുക്കരുത്. പിശാച് ഇടം കൊടുക്കുക കഴിഞ്ഞാൽ നമ്മൾ വാതിൽ തുറന്നിട്ട് അവനെ സ്വീകരിച്ചിരുന്നതല്ല പിശാച്. അവൻ്റെ പദ്ധതികളാണ് പക, ജാരശങ്ക, കോപം, ക്രോധം, ഇതെല്ലാം അവൻ്റെതാ. നമ്മൾ കോപിക്കാറുണ്ട്, പക്ഷെ വെച്ചുകൊണ്ടിരിക്കാറില്ല, ഇല്ലേ? ഒരിക്കലും കോപിക്കാത്ത ഒരു മനുഷ്യനുണ്ട് ലോകത്തിൽ? പറയോ ഇവൻ പിശാച്. അങ്ങനെയല്ല. കോപം വരുന്നേ, അതൊക്കെ വരും. മനുഷ്യനല്ലേ? യേശു കോപിച്ചില്ലേ? കോപിച്ചു, പക്ഷെ വെച്ചുകൊണ്ടിരുന്നില്ല. കോപമുണ്ടാകും. ഇപ്പൊ ഒരിക്കലും കോപിക്കാത്ത സൗമ്യനായ എത്ര പേരുണ്ട് ലോകത്തിൽ? സൗമ്യനായിരുന്ന അതിസൗമ്യന എന്നു ഭർത്താവ് പറഞ്ഞ് മോശ പോലും കോപിച്ചെന്നാ പറഞ്ഞു. കോപിച്ചു. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? കോപമുണ്ടാകും. അത് ആവശ്യമാണ്. അപ്പം അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവിടെ വെച്ചുകൊണ്ടിരുന്നു. അവൾ സ്ഥലം കിട്ടിയപ്പോൾ അതവൾ പ്രയോജനപ്പെടുത്തി അവനെ കൊന്നുകളയുവാൻ ഇടയാത്തന്നു. അപ്പം ഇങ്ങനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളിഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ 20-ാമത്തെ വാക്യം, യോഹന്നാൻ നീതിമാനും വിശുദ്ധിയുള്ള പുരുഷനെന്നും ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും, ഞാൻ മുമ്പ് മത്തായി സുവിശേഷം വായിച്ചപ്പോൾ 14-ാം അധ്യായം വായിച്ചപ്പോൾ ഞാനിത് രണ്ടും വായിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിച്ചത്. അപ്പം നിങ്ങൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം മാത്രം വായിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതായിട്ടൊരു ബന്ധമില്ലെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇതെടുത്ത് ഞാൻ ഇവിടെ തെളിയിക്കുന്നത്. ഇവിടെ ഇവൻ കാത്തുകൊണ്ടു. ഇവിടെ പലപ്പോഴും പറയും അവനെ കൊല്ലണം കേട്ടോ. തടവിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകനുണ്ടല്ലോ, അവനിനി വെളി വരാൻ പാടില്ല, അവനെ കൊല്ലണം. ഇതാണ് അവന്റെ പരിപാടി. ഈ സമയത്താണ് യോഹന്നാൻ കാത്തിരുന്ന് യേശു വരുമെന്ന് വിചാരിച്ചു. യേശു ചെന്നുമില്ല. പക്ഷേ ഈ ഹെരോദാവ് ഇവനെ ഭയപ്പെട്ടതുകൊണ്ട് അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. നീയൊന്നും അങ്ങനെ വേണ്ടണ്ട, അവനെ കൊല്ലേണ്ട ആവശ്യം, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഹെരോദാവ് എപ്പോഴും എന്ത് ചെയ്തു? ഇവനെ കാത്തുകൊള്ളാൻ ശ്രമിച്ചു. യേശുവിനെ പീലാത്തോസ് കാത്തുകൊള്ളാൻ ശ്രമിച്ചില്ലേ? രക്ഷിക്കാനായിട്ട് ശ്രമിച്ചില്ലേ? വിടുവിക്കാൻ ശ്രമിച്ചില്ലേ? എന്നതുപോലെ അത്യുന്നതിന് പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനെയും വിടുവിക്കാൻ വേണ്ടി, അവനെ വിടുവിക്കാൻ വേണ്ടി അന്നത്തെ ഇടപ്രഭുവായിരുന്ന ഹെരോദാവും ആഗ്രഹിച്ചിരുന്നു. അവൻ പറഞ്ഞവൻ ജയിലിൽ കിടന്നോട്ട്, നീ അവനെ കൊല്ലാനൊന്നും പോകണ്ട എന്ന് പല പ്രാവശ്യം ഈ ഹെരോദാവ് ഹെരോദിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വ്യാപരിച്ച ഇസബേലിന്റെ ശക്തി ഉണ്ടല്ലോ, വിട്ടുകൊടുത്തില്ല. ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് രാത്രി ഞാൻ ദൈവം പറയുമ്പോൾ, ഏതെങ്കിലും ദുഷ്ടശക്തികൾ ഏതെങ്കിലും വിധത്തിൽ പോരുകൾ എടുത്ത് അത് അവളുടെ ആഗ്രഹം സാധിപ്പിച്ചാൽ പോലും അതൊരിക്കലും പരാജയമല്ല, ദൈവഹിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസബേൽ ശക്തി അന്ന് പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയി, ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി. പക്ഷേ അവൾ വ്യാപരിച്ച ശക്തി ഈ ഹെരോദ്യായിൽ വ്യാപരിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവന്റെ തല ഛേദിക്കാൻ വേണ്ടി തരം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതൊരിക്കലും ഒരു പരാജയമല്ല, ദൈവത്തിന്റെ ഹിതമാണ്. അത് ഏലിയാവെന്ന അവൻ അറിയാമായിരുന്നു അങ്ങനെ മരിക്കേണ്ടി വരുമെന്ന്. അവൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഓടിപ്പോയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഇത് കണ്ട ഒരു വാക്കുകൊണ്ട് ഓടിപ്പോകുന്നതല്ല. അവനറിയാം സംഭവിക്കേണ്ടതാണെന്നുള്ളത്. പക്ഷെ അത് അന്നേരം സംഭവിക്കേണ്ടതല്ല. അവൻ ദീർഘദർശിയിൽ മനസ്സിലാക്കി. ദൂതൻ ആയിട്ട് വന്ന ഏലിയാവിനറിയാമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം മരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ അത് മരിക്കാൻ വരുമെന്നുള്ളത് അവനറിയാമായിരുന്നു. യേശു വന്നപ്പോൾ യേശു പറഞ്ഞില്ലേ, ഞാൻ മരിക്കുമെന്നുള്ളത്. ഈ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനും അറിയാമായിരുന്നു അവൻ മരിക്കുമെന്നുള്ളത്. അപ്പോൾ മരിക്കണം എന്നുള്ളത് അത് ദൈവത്തിന് നിശ്ചയമാണെങ്കിലും ഏലിയാവായി വന്നവൻ മരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവനെ വീണ്ടും ദൈവം അങ്ങനെ ജനിപ്പിച്ചുമില്ല. അവൻ്റെ ഇടയിലായിരുന്നു അവൻ പോയി. എന്നാൽ അവൻ പൊരുളായിട്ട് ജനിച്ചതാണ് ഏലിയാവ്. അപ്പോൾ അവനെ കൊല്ലാനായിട്ട് ഇസബേൽ ശക്തി ഹെരോദയിൽ വ്യാപരിക്കുകയും അവള് തരം നോക്കിയപ്പോൾ ഹെരോദ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസാധ്യന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു. അന്നേരമാണ് ഒരു തരം വരുന്നത്. ദൈവം ഒരുക്കി കൊടുത്തു. ദൈവം അനുവദിക്കാതെ നീ എത്ര പക വെച്ചാലും ദൈവമക്കളെ പിടിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരെ തൊടാൻ കഴിയത്തില്ല. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷം വരുത്തരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ദോഷമോ
അഭിഷിക്തന്മാർക്ക് ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടോ? ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മളെ തൊടാൻ ഒരു ശക്തിക്കും ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൺമണിയെ തൊടുന്നവർ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാനെ ദൈവം കൊന്നുകളയാൻ വേണ്ടി കൈവിട്ടുകയാണോ? അല്ല, കൈവിട്ടതല്ല. അത് നടക്കേണ്ടതായിരുന്നു. അതിന്റെ കാരണത്തെക്കുറിച്ച് പശ്ചാത്തലം പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ഈ തരം കിട്ടി വന്നപ്പോൾ അത് ഒരു തരം വന്നപ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്തു. അന്നത്തെ സാഹചര്യം നമുക്കറിയാം. ഹെരോദിയയുടെ മകൾ അകത്തി എന്ന് നൃത്തം ചെയ്തു. ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേന് ഈ പെങ്കൊച്ചിറങ്ങി അമ്മയോട് പോയി ചോദിച്ചു. ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്, ഈ എന്താണ് ഞാൻ ചോദിക്കേണ്ടതെന്നുള്ളത്. അമ്മയുടെ ആഗ്രഹം. അപ്പനാണ് പറഞ്ഞത്. കാരണം ഹെരോദാവിന് വേറെയും ഭാര്യമാരും ഒക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. ഇവക്ക് വേഗത്തിൽ തന്നെ ഹെരോദിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താ ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ വേറെ ഒന്നും ചോദിക്കണ്ട, രാജ്യത്തിന്റെ പകുതി വേണ്ട, വേറെ ഒന്നും വേണ്ട, നീ അടുത്ത രാജ്ഞിയാകാൻ വേണ്ടി ചോദിക്കാൻ വേണ്ട, ഒന്നും ചോദിക്കേണ്ട. എൻ്റെ കൊച്ചേ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താഗ്രഹം എന്നറിയാമോ? നിനക്കറിയാമല്ലോ. എനിക്കെതിരെ പറയുന്ന എന്നെ കുറ്റപ്പെടുത്തിയ അവനുണ്ടല്ലോ, ആ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നവൻ, ആ യോഹന്നാൻ, അവനിനി ശബ്ദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ട് നിന്റെ അപ്പനോട് പറയണം, നിന്റെ എല്ലാം തരാമെന്ന് മഹത്തുക്കളുടെ മുമ്പിൽ പ്രസ്താവിച്ചിരിക്കുകയല്ലേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഇവനെ കൊല്ലണമെന്ന്, പക്ഷേ അവൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു അവസരമാണ്. എല്ലാവരുടെ മുമ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ പറ്റത്തില്ല, അധികാരമുള്ളവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു പോയ പിൻവലിക്കാൻ പറ്റത്തില്ല. അവൾ വന്ന് പറഞ്ഞു, നീ പോയി ചോദിച്ചു, യോഹന്നാൻ സ്നാപകന്റെ തല വേണമെന്ന് പറഞ്ഞു. നോക്കണമേ, ഒരു ഡാൻസും ഒരു കൂത്തും ഒരു ജനോത്സവ പാർട്ടിയും കഴിഞ്ഞപ്പോഴത്തേന് പ്രവാചകന്റെ തല വെട്ടാനുള്ള ഓർഡറാണ് വരുന്നത്. നല്ലതാ, ബർത്ത്ഡേ ആഘോഷമൊക്കെ നല്ലതാ, എല്ലാ ആഘോഷവും നല്ലതാ. പക്ഷെ അത് ആത്മീയമായിരിക്കണം. ആത്മീയമല്ലാതെ ആട്ടും കൂത്തും പാട്ടും കള്ളുകൂടിയും വിഷയങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അനർത്ഥമായിരിക്കും. അനർത്ഥം എന്ന് പറഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഇതിലൊന്നുമില്ല. നിങ്ങൾ കേക്ക് മുറിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ വലിയൊരു അവന്റെ ജന്മദിനത്തിൽ വലിയ ആർഭാടമായിരിക്കുന്ന വലിയ പരിപാടിയൊക്കെ നടന്നപ്പോൾ അന്ന് അവിടെ ഒരു വലിയ ആഘോഷമാണ് നടന്നെങ്കിൽ ജയിലിൽ കിടന്നിരുന്ന തടവിലായിരുന്ന യോഹന്നാനുള്ള ബന്ധത്തിൽ സ്വർഗം പ്രസ്താവിച്ചത്, എൻ്റെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ ശിരച്ഛേദം ചെയ്ത് മരിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. മറുഭാഗത്ത് സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഹെരോദിയയുടെ മകൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറെ ഒന്നും നമുക്ക് വേണ്ട, ഗലീലയുടെ പകുതിയും വേണ്ട, ഒരു കാര്യവും വേണ്ട, എൻ്റെ മനസ്സോടൊരു പകയുണ്ട്, അത് തീർത്തിരിക്കണം. അത് പലർക്കും അങ്ങനെയാണ്. പക മുഖാന്തരമാണ് പലതും ലോകത്തിൽ സംഭവിക്കുന്നത്. പക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൈരാഗ്യം വരുമ്പോൾ, നമുക്കറിയാമല്ലോ, അയലോക്കംകാർ തമ്മിൽ വഴക്ക് പിടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഒരു കൊന്നയുടെ കമ്പ് വെട്ടാൻ വേണ്ടിയുള്ള വൈരാഗ്യം വന്നപ്പോൾ വൈരാഗ്യം കയറി. ഒരു കൊന്നയുടെ കമ്പേ ഉള്ളൂ വിഷയം, ചെറിയ കാര്യമേ ഉള്ളൂ, അത് വെട്ടിക്കളഞ്ഞാൽ മതി. സമ്മതിച്ചില്ല. അവസാനം വഴക്കാകുന്നു, പ്രശ്നമാകുന്നു. അതിന് പകരമായിട്ട് തല വെട്ടിക്കളയുന്നു. ചെറിയ വൈരാഗ്യം വലിയ പ്രതിസന്ധികളെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പക ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. പക വെച്ചുകൊണ്ടിരുന്നാൽ വൈരാഗ്യം വരും. പിന്നെ അത് ചെയ്യാൻ വേണ്ടിയുള്ള വെമ്പലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്കിന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള സ്നേഹമായി ആവരിക്കുന്നത്, നമ്മളോട് എത്രമാത്രം ആര് എതിർത്താലും അവരെ ഓർത്ത്, നമ്മളൊരു പക്ഷേ അവരോട് കഠിനമായി സംസാരിച്ചിട്ടായിരിക്കാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കങ്ങനെ സംസാരിക്കാൻ ഇടവന്നു. ഒരിക്കലും അവർ സംസാരിച്ച് എൻ്റെ മനസ്സിന് ഹൃദയത്തിന് വേദന ഉണ്ടെങ്കിലും ദൈവമേ, അത് കണക്കിടാതെ ദൈവം ക്ഷമിക്കണമെന്ന് ദൈവത്തോട് നാം പറയണം. ദൈവത്തോട് പറഞ്ഞ് നാം ക്ഷമ ചോദിക്കണം. കർത്താവേ, അത് കണക്കിടരുത്, അവനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ പെൺകൊച്ചു വന്ന് ചോദിച്ചപ്പം ഇദ്ദേഹം സ്തംഭനായിപ്പോയി.
ഒരിക്കലും ഹെരോദ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നു. പുള്ളി വിചാരിച്ചത് 100 കിലോ സ്വർണം ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ പകുതി ചോദിക്കുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചത് സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട, പൊന്നും വേണ്ട, ഒന്നും വേണ്ട, തല മതി. ആടെ തലയാ വേണ്ടത്? യോഹന്നാന്റെ തല വേണം. ബാലയോട് ചോദിച്ചു, അവൾ വന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ചോദിച്ചു, പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ തലയെന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ തരയണം എന്ന് പറഞ്ഞു. പേര് സഹിതം പറഞ്ഞു, തല വെട്ടിത്താണെന്ന് പറഞ്ഞു. ഇത് ചെയ്യാന രാജാവ് അതിദുഃഖിതനായി. ഉണ്ടോ? ദുഃഖിതനല്ല, അതിദുഃഖിതനായി. ഒരിക്കലും അവൻ ആഗ്രഹിച്ചതല്ല, അതിദുഃഖിതനായി. എങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലായിരുന്നു. കൊല്ലണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ നീ കൊന്നേ മതിയാകുള്ളൂ. നീ അവിടെ അത്യുന്നതിന്റെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാനെ നീ കൊന്നേ മതിയാകുള്ളൂ. അവന്റെ ശുശ്രൂഷ തീരുക. അവൻ മരുഭൂമി വിളിച്ചു പറയുന്നൊരു വാക്കായിരുന്നു. അവൻ അങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. അപ്പോൾ അവളോട് നിഷേധിപ്പാൻ മനസ്സിലെ ഉടനെ രാജാവ് ഒരു അകമ്പടി അയച്ച് അവന്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ പോയി തടവിൽ അവനെ ചിരച്ഛേദം ചെയ്തു. അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. ബാല അമ്മയ്ക്ക് കൊടുത്തു. ജയിലിൽ യോഹന്നാൻ സ്നാപകൻ കിടക്കുക. അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അകമ്പടി ചെന്നു. ഒന്നും പറയാതെ ഉടനടി കൊണ്ടുവരണം. വിധിയോ സാധിക്കാനുള്ള സമയമോ ഒന്നുമില്ല. വാദപ്രതിവാദങ്ങൾക്ക് സമയമില്ല. ഒരു നിമിഷം പോലും സമയമില്ല. ഉടനെ കൊണ്ടു കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെയാണെങ്കിൽ നാളത്തെ വെച്ച് വാദിച്ചും സമയമെടുക്കാം. പക്ഷേ ബുദ്ധിയോടെ പറഞ്ഞത് ഉടനെ തരണം. ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ, അഥവാ ഈ മഹത്വക്കൾ ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പായി എനിക്ക് യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ വേണമെന്ന് ഈ മകൾ പറഞ്ഞു. ഹെരോദിയുടെ മകളല്ലേ, അവൾക്കൊരു സങ്കോചവും കൂടെ അവളും പറഞ്ഞു. ഞാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ പിരിയുന്നതിന് മുമ്പ് താലത്തിൽ ഒരു തല വന്നു. എല്ലാവരുടെ മുമ്പിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. നന്നായി പെർഫോം ചെയ്തവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. മഹത്തുക്കളും എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കണ്ട് ഓഡിയൻസിനെ കണ്ടിട്ടില്ലേ? അവിടെയെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നെങ്കിൽ അവർക്ക് ട്രോഫി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമുള്ള ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കും. ഒന്നെങ്കിൽ ധനസഹായം എന്തെങ്കിലും അവർക്ക് കൊടുക്കും. പക്ഷേ ഒരു 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 വലിയ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഞാൻ വിചാരിക്കുന്നത് മനുഷ്യന്റെ തലവെട്ടി ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് ഹെരോദിയ നിമിത്തമായി ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നടന്ന സംഭവമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലായോ? നല്ലൊരു സന്തോഷത്തിന്റെ ദിവസമല്ലായിരുന്നോ? ആനന്ദ ദിവസമല്ലായിരുന്നോ? പക്ഷേ ഒരുവന്റെ തല എവിടെ വെട്ടി. അതായിരുന്നു ഗിഫ്റ്റായിട്ട് ഈ സന്തോഷിപ്പിച്ച ആർട്ടിസ്റ്റിന് കൊടുത്തത്. അവിടുത്തെ അന്നത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റായി എല്ലാവരും സന്തോഷിപ്പിച്ച ഹെരോദിയുടെ മകൾക്ക് അവൾ ചോദിച്ച ഗിഫ്റ്റ് എല്ലാവരുടെയും കാണെ കൊടുത്തു. അതുവരെ നീതി പ്രസംഗിച്ചു നടന്നിരുന്ന, വിശുദ്ധി പ്രസംഗിച്ചു നടന്ന, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാന്റെ തല രക്തമിറ്റിറ്റ് വീഴുന്ന ആ യോഹന്നാന്റെ തലയുമേന്തി അകമ്പടി അവിടെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് ഹെരോദാവിന്റെ മകൾക്ക് കൊടുക്കേണ്ടി വന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അതെ, അവിടെ രക്തം വിറ്റ് വീണുകൊണ്ട് ഹെരോദാവിന്റെ തല ചിരച്ഛേദനം ചെയ്ത് അവന്റെ തലയിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തവുമായിട്ട് അവിടെ വീണെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. അപ്പോൾ അത്യുന്നതിന്റെ പ്രവാചകൻ ഇങ്ങനെ തലച്ഛേദം ചെയ്ത് മരിക്കണമെന്നുള്ളത് സ്വർഗത്തിന്റെ നിവൃത്തിയായിരുന്നു. അത്യുന്നത പുത്രനായിരിക്കുന്ന ക്രിസ്തു മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവറിയിൽ അവന്റെ അവസാനത്തുള്ള രക്തം വരെ ഇറ്റിറ്റ് വീഴണമെന്നുള്ള സ്വർഗം പ്രഖ്യാപിച്ചതാ. അത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. അപ്പൊ ഈ രണ്ടു പേരും ഇങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവം വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് അവരെ ജനിപ്പിച്ചത്. അപ്പോൾ അത്യുന്നത പ്രവാചകൻ
ഇങ്ങനെ താലത്തിൽ ഒതുങ്ങണം. അവന്റെ ശരീരത്ത്, അവന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന രക്തം ഈ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ എന്നും ശബ്ദിക്കുന്നതായി മാറണമെന്നുള്ള ദൈവം ചിന്തിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് വളരെ വിഷമിച്ച ഹെരോദാവ്, വളരെ ഭാരപ്പെട്ട ഹെരോദാവ് പറഞ്ഞു, യേശു എന്നുള്ളത് ഞാൻ കൊന്നുകളഞ്ഞ ആ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റാന്ന് പറഞ്ഞു. അവനറിയാമായിരുന്നു എൻ്റെ മുമ്പിൽ ഈ തല ഛേദിക്കപ്പെട്ട് കൊണ്ടുവന്ന യോഹന്നാന്റെ തലയെ നോക്കിയിട്ട് ഞാൻ വിചാരിക്കുന്ന ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യെസബേൽ ശക്തികൾ പകരം വീട്ടും, അതതിൻ്റെ ശക്തി പ്രയോഗിക്കും. അത് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, അങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അവന്റെ തല അവൾ കൊടുത്തു, അത് എവിടെ കൊണ്ടുപോയി എന്ന് എനിക്കറിയത്തില്ല, എന്ത് ചെയ്തെന്നും അറിയത്തില്ല. എന്നാൽ അവന്റെ ഉടലിനെ സംബന്ധിച്ച് കർത്താവായി യേശു കൽപ്പന കൊടുത്തിരുന്നു അവന്റെ ശിഷ്യന്മാർക്ക്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് അവന് കൽപ്പന കൊടുത്തിരുന്നു. അവൻ പോയി തടവിൽ അവനെ ചിരച്ഛേദം ചെയ്ത് അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. ബാല അമ്മയ്ക്ക് കൊടുത്തു. അവിടുന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഈ മകള് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. അവൾക്ക് സന്തോഷമായി, അവൾക്ക് ആഹ്ലാദമായി. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളൊക്കെ നല്ല സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിക്കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച അമ്മയുടെയും അപ്പൻ്റെയും കൈ കൊണ്ടുവന്ന് കൂട്ടി കൊടുക്കും. സന്തോഷകരമായ കാര്യമാണ്, ഭാഗ്യമാണ്. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ കൊണ്ട് മാതാപിതാക്കൾ കൊടുക്കും, നല്ല കാര്യമാണ്. പക്ഷേ ഇവള് നേടിയ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തത് അമ്മയ്ക്ക് കൊടുത്തു. അതേ താലത്തിലിരിക്കുന്ന പ്രവാചകന്റെ തല. ഇതാണ് യെസബേലിന്റെ ശക്തി. ഇത് രാത്രിയിൽ അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴുകയില്ല. ഇത് രാത്രിയിൽ ദൈവം അനുവദിച്ചാൽ, ദൈവം സമ്മതിച്ചാൽ കഴുത്തിൽ നിന്ന് തല വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് ദൈവവചനം വാക്തത്വമാണ്. എന്നാൽ ദൈവം അനുവദിച്ചാൽ ചിരച്ഛേദം ചെയ്യേണ്ടി വന്നാൽ ചിരച്ഛേദം ചെയ്യും, തൂക്കിക്കൊല്ലേണ്ടി വന്നാൽ തൂക്കിക്കൊല്ലും, അത് വെടിവെച്ച് കൊല്ലേണ്ടത് വെടിവെച്ച് കൊല്ലും. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച്, ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നിവൃത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതെന്ന് രാത്രി മനസ്സിലാകും. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മൾ ഇരിക്കണം. എന്ത് വന്നാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു, സ്വർഗത്തിന്റെ പ്ലാനായിരുന്നു. അവസാന പ്രവാചകന്റെ തല ഛേദിക്കപ്പെടണം. എന്നാൽ പുതിയ നിയമത്തിന്റെ നിയമകർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ അവൻ ക്രൂശിക്കപ്പെടണം. അവന്റെ ഓരോ തുള്ളി രക്തവും ഇറ്റിറ്റ് വീഴണം. പ്രവാചകന്റെ ശബ്ദം അവിടെ കൊണ്ട് തീരുകയാണ്. പിന്നീട് പഴയ നിയമത്തിന്റെ ശുശ്രൂഷയില്ല. എന്നാൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിനിധികളായി ലോകത്തിൽ നിൽക്കുന്നത്. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അവിടെ തീർന്നെങ്കിൽ കാൽവരിൽ ഇറ്റിറ്റ് വീണ രക്തം കൊണ്ട് ആ രക്തത്തിൽ നിന്ന് സ്ഥാപിതമായ ദൈവരാജ്യവും ദൈവസഭയും യേശുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സന്തോഷപ്പെടണം. എത്ര മഹത്തരമായ ദൈവപ്രവൃത്തിയാണ്. നമ്മെ രക്ഷിപ്പാൻ വേണ്ടി, നമുക്ക് വേണ്ടി ക്രൂശനായിരിക്കുന്ന, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന കർത്താവ്. അവൻ വഹിച്ചതുപോലെ ഭാരമാരും വഹിച്ചിട്ടില്ല. അവൻ സഹിച്ചതുപോലെ വേദന സഹിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ സഹിച്ചില്ല, പൗലോസ് സഹിച്ചില്ല, പത്രോസ് സഹിച്ചില്ല, യോബ് സഹിച്ചില്ല, ഒരു മനുഷ്യൻ പോലും സഹിച്ചില്ല. നമുക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി മരിച്ച് ഓരോ തുള്ളി രക്തവും ഇറ്റിറ്റ് വീഴുമ്പോഴും ആ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു, ബാല അമ്മയ്ക്ക് കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ അത് കേട്ട്, എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യോഹന്നാൻ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവമെടുത്ത് ഒരു കല്ലറയിൽ വെച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. കല്ലറയിൽ വെച്ചു. അതെങ്ങനെ വെച്ചു എന്നുള്ളത് അവിടെ വന്നത് വളരെ വ്യക്തമായി മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശു അറിഞ്ഞിട്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ശവസ്കാരം നടത്തിയത്, അതിൻ്റെ ഉടൽ അടക്കം ചെയ്തത്. അതിനാണ് അവിടെ കർത്താവ് വന്നത്. ഇവന്റെ ശവസ്കാര സമയത്തിന് വേണ്ടിയാണ് കർത്താവ് പുതുനഗരമായിരിക്കുന്ന ഗലീലയിലെത്തിയത്. അതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു. പാല കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ ചെന്ന്
ഉടലെടുത്ത് അത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. ഇതിന്റെ അർത്ഥം യേശു അവിടെ ഉണ്ടായിരുന്നു. ഈ ഉടൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുന്ന സമയത്ത്, അവരുടെ ശരീരം സംസ്കരിച്ച സമയത്ത് അവിടെ യേശു ഉണ്ടായിരുന്നു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. ഇതടക്കം ചെയ്ത സമയത്ത് യേശു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ഉടൽ അടക്കം ചെയ്തത് യോഹന്നാന്റെ ശിഷ്യന്മാരാ. എന്നാൽ വസ്തുതയ്ക്ക് പിമ്പിൽ യേശു ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് യേശു അവിടെ വന്നെന്നറിയാമോ? ഈ സമയത്ത് യേശു അവിടെ വരാൻ കാരണം, ഇതടക്കം ചെയ്യുന്ന സമയത്ത് പൈശാചിക ശക്തികൾക്ക് അവിടെ ആധിപത്യം വിടാൻ ദൈവം സമ്മതിച്ചില്ല. അവിടെ അതിനെ ശാസിച്ചകറ്റി അവന്റെ ശവക്കല്ലറയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ കാരണം ഇവനെയും അവിടുന്ന് ഉയർപ്പിച്ച് മറുമലയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് യോഹന്നാന് വേണ്ടി, മോശയ്ക്ക് വേണ്ടി അവിടെ ദൈവം മീഖായേലിനെയാ ഇറക്കിയതെങ്കിൽ, യോഹന്നാൻ സ്നാപകന്റെ ശവസ്കാര സമയത്ത് അവിടെ രാജാതിരാജാവായിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവന്റെ ശരീരത്തോട് വാദിക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രഹസ്യമായി അടക്കാതെ അവനെ പരസ്യമായിട്ട് അടക്കിയത്. എന്നാൽ ആ വിവരം യേശുവിന്റെ അറിവോട് കൂടിയായിരുന്നു. അപ്പോൾ ഈ തല കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി അടക്കിയാൽ, ഇനി എന്ത് ചെയ്താലും തലയെ ഉടലിനോട് ചേർക്കാൻ കഴിവുള്ള ഒരുവനാണ് നസറേയനായിരിക്കുന്ന യേശു എന്നവൻ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ തല ചിരച്ഛേദം ചെയ്ത സമയത്ത് തന്നെ ഇവന്റെ ആത്മാവ് ദൈവം മീതെയുള്ള പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ ആയിരുന്നു. അവന്റെ ആത്മാവിടെ വസിച്ചു. അവന്റെ ശരീരവും ഉടലും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടു. തല കൊണ്ടുപോയി എവിടെയാണ് അടക്കം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഉടൽ സംസ്കരിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ് ചെയ്തെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. തല അവർ കൊണ്ടുപോയി, ഉടല് അവന്റെ ശിഷ്യന്മാർക്കും കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി തലയും ഉടലും തമ്മിൽ വേർപിരിക്കപ്പെട്ടു അവസാന പ്രവാചകന്റെ. അതെ, നമ്മളെ തലയാകുന്ന ക്രിസ്തുവിനോട് ചേർക്കാൻ വേണ്ടി, ശരീരത്തെ ചേർക്കാൻ വേണ്ടി, അതെ, ക്രിസ്തുവാകുന്ന തലയോട് ചേർക്കാൻ വേണ്ടിയുള്ള പ്രവചനം പ്രവചിച്ച അവന്റെ തലയും ശരീരവും തമ്മിൽ പഴയ നിയമത്തിന് പ്രവാചകന്റെ ശരീരം അത് വേർപിരിക്കപ്പെടുകയാണ് ചെയ്തത്. അവൻ പ്രസ്താവിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതെ, അവന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ദൂതൊക്കെ പറഞ്ഞു. അവന്റെ തല ശരീരത്തിന് വിഭജിക്കപ്പെട്ടു. എന്നാൽ തലയാകുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി അവന്റെ ശരീരമാകുന്ന പുതിയ നിയമസഭയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രസ്താവിക്കപ്പെട്ട യോഹന്നാന്റെ ചിരച്ഛേദം ചെയ്ത് തലയും ഉടലും തമ്മിൽ വേർപിരിക്കപ്പെട്ടെങ്കിൽ, മറുമലയിൽ പ്രത്യക്ഷപ്പെടുന്ന തേജസ്സിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ദൈവം മറുമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് 17-ാം അധ്യായത്തിലാണ്. അപ്പൊ ഇതിനു മുമ്പ് യോഹന്നാൻ സ്നാപകൻ മരിച്ചെന്നും യോഹന്നാൻ സ്നാപകന്റെ ആത്മാവ് മീതെയുള്ള പാതാളത്തിലേക്ക് പോയിരുന്നുവെന്നും അവിടെ വിശ്രമത്തിലായിരുന്നെന്നും അവന്റെ ശരീരം അവന്റെ ശിഷ്യന്മാർ അടക്കിയെന്നും, എന്നാൽ അവന്റെ തല ഹെരോദ്യ കൊണ്ടുപോയി അത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അതേക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇനി എന്ത് ചെയ്താലും തലയും ഉടലിനെയും തമ്മിൽ ഒന്നാക്കുന്നവൻ അന്ന് ഭൂമിയിലുണ്ടായിരുന്നു. അവൻ അസാധ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ ഉയർപ്പിക്കേണ്ട സമയത്ത് ഉയർപ്പിച്ച് അവനെയും തേജസ്സിൽ താബോർ മലയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഏലിയാവായി നിഴലായി വന്ന ഏലിയാവ് പൊരുളായിട്ട് യോഹന്നാൻ സ്നാപകനായിട്ട് വന്ന് ഈ പറയുന്ന മറുമലയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മോശയും ഏലിയാവാണെന്ന് മനസ്സിലായി. ഇത് സംഭവം മനസ്സിലായല്ലോ. 1500 വർഷം മുമ്പ് മരിച്ചുപോയ മോശയുടെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിൽ നിന്നിറങ്ങി രഹസ്യമായി അടക്കം ചെയ്തിരുന്ന ശരീരത്തിൽ പ്രവേശിച്ച് ഒരു ശരീരം അവിടുന്ന് ബേത്പെയോനെതിരെയുള്ള താഴ്വരയിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ആ ശരീരം അവിടുന്ന് തേജസ്സിൽ മേഘങ്ങളുടെ മറവിൽ എടുക്കപ്പെട്ട് അവിടേക്ക് യാത്ര ചെയ്തപ്പോൾ ഗലീലയിൽ യേശുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാന്റെ ശരീരവും അവിടുന്ന് ഉയർക്കപ്പെട്ടു. അവന്റെ ശരീരത്തെ തലയും ഒരുമിച്ചാക്കി അവനെ അവിടുന്ന് ഉയർപ്പിച്ച് മറ്റൊരു ശരീരം ഉയർക്കപ്പെട്ടു. അത്
അവിടെ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് ഈ മറുമലയിൽ പ്രത്യക്ഷപ്പെടുവാനായിരുന്നു. തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. 2 പേർ പ്രത്യക്ഷപ്പെട്ടു, മോശയും യോഹന്നാൻ സ്നാപകനും. അവൻ ഏലിയാവായിരുന്നു. അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ആരെല്ലാം എതിർത്താലും അങ്ങനെ തന്നെ പഠിപ്പിക്കും. അതിനുള്ള തെളിവ് കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ്സിന് വിരാമം പിടിക്കാം. ഇനി എത്ര പേര് ഇതങ്ങനെയല്ല, ദുരുപദേശമാണെന്നോ ഭ്രാന്തോപദേശമാണെന്നോ എങ്ങനെ പഠിപ്പിച്ചാലും എൻ്റെ ഹിസ്റ്ററി മുഴുവൻ വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ അവസാനം ഇത് യോഹന്നാൻ സ്നാപകനാണെന്ന് പറഞ്ഞത്. ആരായിരുന്നു? ഏലിയാവെന്നു. ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി ഏട് നടന്ന ഇസ്രയേലിൽ ശക്തി ഉണ്ടായിരുന്നുള്ളതും അവൻ്റെ തല ഛേദം ചെയ്യാൻ ദൈവം സമ്മതിച്ചില്ല. അവൻ ദൂതനായിട്ട് അവൻ എടുക്കപ്പെട്ടു. എന്നാൽ പൊല്ലായി വന്ന യോഹന്നാൻ അങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. അവൻ അടക്കം ചെയ്തപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചതുപോലെ വാദിക്കാതിരിക്കാൻ നാസേന അവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ ആർക്കും വരാൻ കഴിയത്തില്ല. അവരാജ്ഞ കൊടുത്തിട്ടാ കൊണ്ട് അവിടെ അടക്കം ചെയ്തത്. അവൻ്റെ ആജ്ഞയിൽ വെളിയിൽ വരും. യേശു പറഞ്ഞിട്ടാണ് മോശയുടെ ആത്മാവും യോഹന്നാന്റെ ആത്മാവും അബ്രഹാമിന്റെ മടിയിൽ നിന്ന് അഥവാ മീതിയുള്ള പാതാളത്തിൽ നിന്ന് അവിടുന്ന് വെളിയിൽ വന്ന് ഇവിടെ ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ട് അവർ അവിടെ വന്നത്. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എവിടെയാണോ അടക്കം ചെയ്തത് അവിടേക്ക് അവരുടെ ശരീരം എത്തിച്ചേരുകയും അവിടുന്ന് ആ ആത്മാക്കൾ വീണ്ടും മീതിയുള്ള പാതാളത്തിലേക്ക് പോവുകയുമാണ് ചെയ്തതാണ് തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയാവും. ഇനി മോശ എന്നുള്ളത് സംശയമില്ല. അതിൻ്റെ കാര്യങ്ങൾ എവർക്കും സംശയം വരത്തില്ല, എനിക്കറിയാം. പിന്നെ ഈ പറയുന്ന ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ദുരുപദേശമാണ് എന്നുള്ളത് എനിക്കത് പറയുന്നുള്ളതിന് എനിക്കറിയാം. നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം കേട്ടാലും ഇത് കേൾക്കുന്നവർക്കും പിന്നെയും സംശയം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സംശയം വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. കാരണം ഒരിക്കൽ എനിക്കറിയാം പല പ്രാവശ്യം പഠിപ്പിച്ച വിഷയവും പിന്നെയും ചോദിക്കുമ്പം പഴയത് പഠിച്ചു തന്നെ നിങ്ങൾ പറയുള്ളൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പറയണമെന്ന് നിർബന്ധവും ഇല്ല. പക്ഷെ കാര്യം എല്ലാം കാര്യം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ടല്ല. വചനത്തിന്റെ തെളിവിലാണ് പറയുന്നത്. വചനത്തെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെട്ടു കൊള്ളുക. പക്ഷെ എനിക്ക് ഇതിന്റെ സത്യം വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ 17-ാം അധ്യായത്തിൽ നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ഞാൻ 5 കുടിലുകളെ കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ സബ്ജക്റ്റുകളാണ്, പോകുന്നില്ല. നമുക്ക് 17-ാം അധ്യായം 9 വാക്യങ്ങൾ വായിച്ച് നിർത്താം. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. ഇതൊരു ദർശനമാണ്, യഥാർത്ഥ സംഭവിച്ചാണ്. ദർശനം അവിടെ പറയുന്നത് സ്വർഗീയ ദർശനമാണ്, അവിടെ നടന്ന സംഭവമാണ്. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ മീൻപിടുത്തക്കാരായിരുന്നെങ്കിലും ഇവരെവിടെ ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിലും പോകുമായിരുന്നു. ജോലി മീൻപിടുത്തമായിരുന്നു. ഈ ശാസ്ത്രിമാർ പറയുന്നതൊക്കെ ശാസ്ത്രിമാർ പ്രസംഗിച്ച് വായിച്ചു പിടിക്കുകയുള്ളൂ. പക്ഷേ അത് അങ്ങനെയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരെയാണ് കർത്താവ് പിടിച്ചത്. വെറുതെ മീൻ പിടിച്ച ആൾക്കാരെ പിടിക്കുകയല്ല ചെയ്തത്. അന്ന് വചനം കേട്ടപ്പോൾ, ശാസ്ത്രിമാർ പറയുന്ന വചനം കേട്ടപ്പോൾ അതിനെ ഉൾക്കൊണ്ടവരാ. പണ്ട് നിങ്ങൾ പോയ പല സ്ഥലങ്ങളിലെയും ഒന്നെങ്കിൽ അത് ദൈവവിശ്വാസമാകട്ടെ, മതപരമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഏതിലാണോ അതിനകത്ത് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത കാണും. അപ്പോൾ ഇവര് മീൻപിടുത്തക്കാരാണെങ്കിലും ശാസ്ത്രിമാർ പറയുന്നതൊക്കെ ഇവർ വളരെ ശ്രദ്ധയോടെ കേട്ടവരാ. അങ്ങനെ വചനം കേൾക്കാൻ ശ്രദ്ധയുള്ളവരെയാ ദൈവം പിടിച്ച് ശിഷ്യന്മാരാക്കിയത്. അല്ലാതെ വെറുതെ മീൻപിടുത്തക്കാരെ പിടിച്ചതല്ല. ഈ ശാസ്ത്രിമാർ പറഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അവരെന്തോ പറഞ്ഞു വായിച്ചു വിട്ടാൽ അറിയത്തില്ല. ഇന്നും അതുപോലെയാ പലതും പറഞ്ഞു പോകുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അവരുടെ തൊഴിലായി എടുക്കുന്നവരുണ്ട്, അത് തൊഴിലാക്കിക്കോട്ടെ. പക്ഷേ നമ്മുടെ സുവിശേഷം ഒരു തൊഴിലല്ല. നമ്മുടെ സുവിശേഷം ഒരു ജീവന്റെ മാർഗമല്ല. നമ്മുടെ സുവിശേഷം നിത്യജീവന്റെ മാർഗമാണ്. നമ്മുടെ സുവിശേഷം അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കമ്മീഷനിങ് ആണ്. ദൈവത്തിന്റെ വേലയാണത്. ദൈവത്തിന്റെ വേലയാ, അല്ലാതെ ഇതൊരു കുറെ ആൾക്കാരെ എടുത്ത് തൊഴിലല്ല. അപ്പൊ ഇവിടെ ഇവരെ കർത്താവ് കമ്മീഷൻ ചെയ്തതിന്റെ കാരണം അതാണ്. അവർ ചോദിച്ചു, യേശുവേ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ, മുമ്പേ വരേണ്ടത്
ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രം നീ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതെന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ കൽപ്പിച്ചു പറഞ്ഞതിന് അതിനവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ടെന്ന് പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. അപ്പോൾ ഏലിയാവ് വന്നോ? ഏലിയാവ് വന്നു. മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞ അവസാനം എന്താണ്? യഹോവയുടെ വലുതും പ്രസിദ്ധമായ നാൾ വരുന്നതിന് മുമ്പ് അവൻ ഏലിയ പ്രവാചനെ അയക്കും. അപ്പോൾ ഏലിയ പ്രവാചനെ അയക്കും എന്ന് പറയുമ്പോൾ ഏലിയാവ് നേരിടായിട്ട് വന്നെങ്കിൽ ആ പ്രവാചകനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നുവെന്ന് യേശു പറഞ്ഞത് ഇതായിരുന്നു എന്നുള്ളത് അവർ ഗ്രഹിച്ചെങ്കിലും ഇന്നത്തെ ഒരുപാട് ശിഷ്യന്മാർ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇതാത് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. അപ്പം അതുകൊണ്ടാണ് തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടത് മോശയും യോഹന്നാൻ സ്നാപകനും ആകുന്നുവെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അത് വിശ്വസിക്കൂ വിശ്വസിക്കാതിരിക്കൂ, അത് നിങ്ങളുടെ ഇഷ്ടം. മോശയും ഏലിയാവ് എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് ആരായിരുന്നു എന്നുള്ളത് മലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവർ ചോദിച്ചു. അവരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നത്, കർത്താവ് ആരോട് ഈ ദർശനം ഒന്നും പറയരുത് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഉയർത്തതിന് ശേഷം നീ നിങ്ങൾ പ്രസ്താവിച്ചു ആരാണെന്നുള്ളത് ചോദിച്ചവർ പറയാ ഏലിയാവ് വന്നു സത്യമാണ്, പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷത്തെ പറഞ്ഞിട്ടുണ്ട്, 9-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ മതി, പറഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇനി നിങ്ങൾ പറ, ഇത് കേട്ടവർ സംസാരിച്ചാട്ടെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഏലിയാവ് വന്നോ? ഏലിയാവ് വന്നു. ഇനി വരുമോ? ഇനി വരത്തില്ല. അവൻ്റെ കാര്യം കഴിഞ്ഞു. അവൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു. അവൻ യേശുവിന് മുമ്പ്, യേശു മരിക്കുന്നതിന് മുമ്പ്, യേശു മറുപടി വരുന്നതിന് മുമ്പായിട്ട് മരിച്ചു. അവനെ അടക്കം ചെയ്തതിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉയർക്കപ്പെടാൻ സാധിച്ചത്. മോശയെ മീഖായേലും സംഘവും അവിടെ നിന്ന് കൊണ്ടുവന്നെങ്കിൽ യേശു ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ലായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ സകല അന്ധകാശത്തിൽ മാറിപ്പോകും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ വെച്ച് പ്രത്യക്ഷപ്പെട്ട ശേഷം മടങ്ങി വന്നപ്പോൾ ഇവർ ചോദിച്ചതാണ്, ഏലിയാവ് വന്നു കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറഞ്ഞതല്ലേ ഏലിയാവ് വന്നു കഴിഞ്ഞെന്നുള്ളത്? ആണോ? യേശു പറഞ്ഞതല്ലേ? ഒരുപക്ഷെ വേദപണ്ഡിതന്മാർ, തിയോളജിയൻസ്, വലിയ പഠിതാക്കൾക്ക് ഇത് മനസ്സിലാകത്തില്ലായിരിക്കാം. അന്ന് രാത്രികൾ ഇവനായിരിക്കുന്ന ഞാൻ ഒരിക്കൽ കൂടി തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, ഏലിയാവ് എന്ന കർത്താവ് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. എങ്ങനെയാണ് മനുഷ്യനായ യോഹന്നാൻ മരിച്ചെന്നും എങ്ങനെ അവൻ്റെ ആത്മാവ് അവൻ എവിടേക്ക് പോയെന്നുള്ളതും എങ്ങനെ അത് മടങ്ങി വന്നു, മറുമൽ വന്ന ശേഷം എങ്ങനെ തിരിച്ച് പോയെന്നുള്ളതും വ്യക്തമാക്കിയതുകൊണ്ട് പഠനം സത്യവും വ്യക്തവുമാണ്, വചനാടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏലിയാവ് വന്നോ എന്ന് ചോദിച്ചാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു സത്യം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. ഞാനൊരു ഭാഗം കൂടി വായിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കാം. 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 11-ാം വാക്യം ഒരു വാക്യം കൂടെ വായിച്ച് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അത് അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. അന്ന് പരീക്ഷമാർ വന്ന് പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തിന് ഒരു അടയാളം അന്വേഷിപ്പാൻ അവനത് മർക്കോസിന്റെ സുവിശേഷത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ഏലിയാവ് വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ വന്നു എന്നുള്ളത് 7-ാം അധ്യായമല്ലേ? ഓക്കെ, 7-ാം അധ്യായം 9-ന്റെ 11 വാക്യം 9-ന്റെ 11 വാക്യങ്ങളിലോ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 9-ന്റെ 11 വാക്യങ്ങൾ, ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് യേശു, ഏലിയാവ് മുമ്പേ വന്നു സകല യഥാസ്ഥാനത്താക്കും സത്യമെന്നാൽ മനുഷ്യപുത്രനെ കുറിച്ച് വളരെ കഷ്ടപ്പെടുവാനും തിരിക്കപ്പെടാൻ ചെയ്യേണ്ടി വരുമെന്ന് എഴുതിയിരിക്കുന്നു. എങ്ങനെ ഏലിയാവ് വന്ന് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ അവർ തങ്ങൾ
നിങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തെന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു യഥാർത്ഥമായിട്ട് ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മത്തായി സുവിശേഷത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സംബന്ധമായ ഒരു ചിന്തകൾ കൂടി കിടപ്പുണ്ട്. അതുകൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിലും ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മറുമലയുള്ള ബന്ധത്തിലുള്ള കാര്യത്തിലും ഇതേ കാര്യം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് പറയാം. ഏതായാലും ഏലിയ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഏലിയ വന്നു, സകലവും യഥാസ്ഥാനമാക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമുക്ക് സംശയമില്ലാത്തവണ്ണം ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. യാതൊരു സംശയമോ കാര്യങ്ങളോ വെക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ വചനം അത് സത്യമായതുകൊണ്ട്, ദൈവവചനമായതുകൊണ്ട് ആ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ആ പൂർത്തീകരണത്തിലേക്ക് അത് നിവൃത്തിയിരിക്കപ്പെടുന്നതിനായി ഞാനിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് വിരാമം കുറിക്കുമ്പോൾ ഏലിയാവും മോശയോടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളതും അവരോട് ചോദിക്കുമ്പോൾ ഏലിയ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഏലിയ വന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് അവരോട് പറയുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ വചനം വിശ്വസിക്കാം. അത് ദൈവത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഏലിയാവ് ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചല്ലോ. ഈ വചനം നിങ്ങൾക്ക് വ്യക്തമായി എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വചനത്തെ വിരാമം കുറിക്കാൻ കർത്താവ് താല്പര്യപ്പെടുക. അന്ന് യോഹന്നാന്റെ തല ചിരച്ഛേദം ചെയ്തെങ്കിൽ ദൈവം അവനെ ഉയർപ്പിച്ച് ശരീരവും എല്ലാമായി ഒരുമിച്ച് അവനെ മറുമല കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തിലിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമില്ലാത്തതാണ്. കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്കൊരു ദോഷമാർക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമ്മളാരും പകവെച്ചുകൊണ്ടിരിക്കുന്നവരല്ല. എന്നാൽ പൈശാചിക സാമ്രാജ്യത്തിൽ പകവെച്ചുകൊണ്ടിരിക്കും. കാലങ്ങൾ കഴിഞ്ഞാലും ആ പക നീണ്ടുകൊണ്ടേയിരിക്കും, അവസരം കാത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ പകയില്ലാതെ സ്നേഹം, തലമുറകളുടെ മേൽ പകരപ്പെടുന്ന സ്നേഹം, ആ നിത്യസ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാ. കർത്താവ് പകവെച്ചുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ കർത്താവ് പകവയ്ക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാ. രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. സാത്താൻ പകവെച്ചുകൊണ്ടിരിക്കുന്നവനാ, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാ. നമ്മുടെ കർത്താവ് തലമുറയോളം അവൻ നമ്മളോട് സ്നേഹം കാണിക്കുന്നവനാ. ആ സ്നേഹത്തിന് മുമ്പാകെ സമർപ്പിക്കാം. നമ്മളും അവന്റെ മക്കളായതുകൊണ്ട് തലമുറയായി വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. സ്നേഹത്തിന്റെ സന്ദേശം പകരുവാൻ, സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ ദൈവത്തിനെ കുറിച്ച് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവസാന പ്രവാചകൻ തല ചിരച്ഛേദം ചെയ്ത് ശരീരവും ഉടലും തമ്മിൽ വേർതിരിക്കപ്പെട്ടെങ്കിൽ അത്യുന്നതന്റെ പുത്രൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമായി തലയാകുന്ന ക്രിസ്തുവിനോട് അവന്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാൻ യേശു കർത്താവ് പുതിയ നിയമം സ്ഥാപിച്ചു എന്നുള്ള ദൂത് മർമ്മം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വചനത്തിന് വിരാമം കുറിക്കുന്നു. തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയാവും ആരാകുന്നു എന്നുള്ളത് വ്യക്തമാക്കിയല്ലോ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താദാസൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചേട്ടാ ആൻറ്റി, വായിച്ചാട്ടെ. വായിച്ചു. പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും മറ്റു പറയുന്നതുകൊണ്ട് ഹെരോദാവ് ചഞ്ചലിച്ചു. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആരെന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു. അപ്പൊ അത് നമ്മളത് ചിന്തിച്ച വിഷയമാണ്. അപ്പം യോഹന്നാൻ ആരായിരുന്നു എന്നുള്ളത്. യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റെന്നാണ് ഹെരോദാവ് പറയുന്നത്. പക്ഷെ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റു, അത് യേശുവായിട്ടല്ല ഉയർത്തെഴുന്നേറ്റത്. ഏലിയാവായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പഴയ നിമിത്തത്തിൽ പറഞ്ഞിരുന്ന ഏലിയാവ് വന്നു. അത് വ്യക്തമാണ്. അപ്പൊ ഏലിയാവ് പഴയ നിയമത്തിൽ നിഴലായ ഒരു ദൂതനായതുകൊണ്ട് അവൻ മരിച്ചില്ല. അവനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഉടലോടെ എടുക്കപ്പെട്ടു.
ദൂതനായതുകൊണ്ട് പാപത്തിൽ ജനിച്ച ഒരു മനുഷ്യന് പോലും പാപത്തിന്റെ പരിഹാരം നടക്കുന്നവരെയും ഉയരത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഹാനോക്ക് എടുക്കപ്പെട്ടില്ല, അതുപോലെ തന്നെ ഹാനോക്ക് സ്വർഗത്തിലേക്ക് പോയില്ല നമ്മൾ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഏലിയാവ് സ്വർഗത്തിലേക്ക് പോകാൻ കാരണം ഏലിയാവ് മനുഷ്യനായിരുന്നില്ല, ദൂതനായതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, ഏലിയാവ് നെല്ലായി വന്നു, പൊരുളായി വന്നത് യോഹന്നാൻ സ്നാപകനായി വന്നെന്നുള്ള തെളിയിച്ചതുകൊണ്ട് നമുക്കത് രാത്രി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.